എന്താണ് മെന്ററിങ്? ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. കാരണം എന്തുകൊണ്ടാണ് മെന്ററിങ്? ഇവിടെ പലരും നൂറുകണക്കിന് പ്രശ്നങ്ങളുമായിട്ട് വന്നവരുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ സാധിക്കാൻ വന്നവരുണ്ട്. അപ്പൊ അവർക്ക് അറിയണം എന്താണ് മെന്ററിങ്. അപ്പോൾ ആ മെന്ററിങ് പ്രോഗ്രാം എന്താണെന്ന് അറിയണം. മെന്ററിങ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിങ് എ പേഴ്സൺ കാൾഡ് എ മെന്റി. അതായത് മെന്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. മെന്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിങ് എ പേഴ്സൺ കാൾഡ് എ മെന്റി. അതായത് മെന്റർ എന്ന് പറയുന്നത് ഗുരുവാണ്. മെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ ഉള്ള വാക്കാണ്, അത് മലയാളത്തിൽ പറയുന്നത് ഗുരു എന്ന്. വഴികാട്ടി, ഗുരു, അതൊക്കെയാണ് വിദേശികൾ പറയുന്നത്. വിദേശികൾ മെന്ററിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കും വഴികാട്ടി, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആള്. ആ മെന്റർ നടത്തുന്ന ഒരു പ്രോസസ്സാണ്, പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിങ് എ പേഴ്സൺ കാൾഡ് മെന്റി. നിങ്ങളെ മെന്റിയാണ്. ഞാനും നമ്മുടെ ഡോക്ടറും ഒക്കെ മെന്ററാണ്. അപ്പൊ ഞങ്ങൾ ഒരു പ്രോസസ്സിലൂടെ ഒരു പ്രോസസ് ചെയ്യുകയാണ്, നിങ്ങളെ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്, നിങ്ങൾക്ക് ഗൈഡൻസ് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ കൈപിടിച്ച് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും നിങ്ങൾ കൂടെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആരെങ്കിലുമൊക്കെ ബുക്കും പേനയൊക്കെ ഇല്ലാത്തൊരു ബുക്കും പേനയൊക്കെ എടുക്കണം. ഇവിടെ കുറെ പ്രോസസ്സുണ്ട്. ചുമ്മാ ഇരുന്ന് ക്ലാസ് കണ്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം, എഴുതണം, എഴുതി വെക്കണം, വീണ്ടും വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നിങ്ങൾക്ക് അടുത്തൊരു ലെവലിലേക്ക് എത്തുകയും ചെയ്യാൻ പറ്റും. അപ്പം മെന്ററിങ് ഈസ് ദി പ്രോസസ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ മെന്ററിങ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ചരിത്രാതീത കാലം മുതലേ ഉണ്ടായിരുന്നു. നമ്മുടെ പുരാണങ്ങളിലൊക്കെ മെന്ററുണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ, അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മെന്ററാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ആ മെന്ററിൽ നിങ്ങൾക്കറിയാം, കൗരവരെ തോൽപ്പിച്ചുകൊണ്ട് പാണ്ഡവർക്ക് വിജയകിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനാണ് തകർന്നു പോയ, തരിപ്പണമായി പോകേണ്ടിരുന്ന അർജുനനെ, തളർന്നു വീണ അർജുനനെ മെന്ററിങ് നടത്തി, ഉപദേശങ്ങൾ നടത്തി, വർദ്ധിത വീര്യനാക്കി മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ്? ഒരു മെന്ററാണ്. അതാണ് ശ്രീകൃഷ്ണൻ. ഇനി കൗരവർക്കും ഉണ്ട് ഒരു മെന്റർ. കൗരവർക്കും ഒരു മെന്ററുണ്ട്. ദുര്യോധനും കൗരവർക്കുമായിട്ട് ഒരു മെന്ററുണ്ട്. ആ മെന്റർ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ അറിവും ഷെയർ ചെയ്ത് പോകണം. അപ്പോഴേ നമുക്കൊരു ഇതിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പന്റ് ആവുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉറങ്ങിപ്പോകും. പറയാവും, കൗരവരുടെ മെന്റർ ആരായിരുന്നു? മഹാഭാരതത്തില് ശ്രീകൃഷ്ണനാണ്. ശകുനിയാണോ? ആ, അത് തന്നെ, ശകുനിയാണ്. അപ്പൊ ശകുനിയുടെ മെന്റർഷിപ്പിലാണ് ഇവര് കൗരവര് യുദ്ധം ചെയ്തത്. അദ്ദേഹമാണ് ഉപദേശം കൊടുക്കുന്നത്, കള്ളച്ചൂത് കളിക്കുന്നത്, എങ്ങനെ പോകണമെന്ന് നിശ്ചയിക്കുന്നത്. പക്ഷെ എന്തു പറ്റി? തകർന്ന് തരിപ്പണമായി പോയി. കൗരവർ ആകെ തകർന്നു പോയി. പകുതി രാജ്യം കൊടുത്ത് പാണ്ഡവരുമായിട്ട് യോജിപ്പിന് പലരും തയ്യാറായിരുന്നു. ധൃതരാഷ്ട്രരൊക്കെ തയ്യാറായിരുന്നു, ഭീഷ്മർ തയ്യാറായിരുന്നു. പക്ഷെ ശകുനി അവിടെ വന്ന് ഇളക്കി, ധൃതരാഷ്ട്രയെയും ദുര്യോധനെയൊക്കെ പറഞ്ഞ് ഇളക്കി, മെന്ററിങ് നടത്തി, ആകെ തരിപ്പണം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത്, മെന്റർ മോശമായി കഴിഞ്ഞാൽ തീർന്നു. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മെന്റർ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് പറ്റിയ മെന്റർ സെലക്ട് ചെയ്യുക. അപ്പൊ ആ മെന്ററിങ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ നിങ്ങളെ നേരെ വഴിയിൽ നിങ്ങളുടെ പ്രോസസ്സ് നടത്തി, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ നടത്തി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് ഏത് രഹസ്യങ്ങളും പറയാവുന്ന ഒരു മെന്ററാണ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് നിങ്ങൾ ആദ്യം തരുന്ന ഉറപ്പ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ ജനറലായിട്ട് പറയും. ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഇന്നെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ട് ജോയിന്റ് ഫാമിലി ആയിരുന്നു, വലിയ കുടുംബമായിരുന്നു. അവിടെ ചേട്ടനുണ്ട്, തറവാട്ട് കാരണവരുണ്ട്, അമ്മാവനുണ്ട്, പിന്നെ മുത്തശ്ശിമാരുണ്ട്, ചേച്ചിയുണ്ട്, മുത്തശ്ശനുണ്ട്. നമ്മുടെ എന്ത് പ്രശ്നങ്ങളും വരുമ്പോൾ തലോടി, മോനെ ഞാനുണ്ടടാ കൂടെ എന്ന് പറയാൻ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, ഒരു കാരണവരുണ്ടായിരുന്നു. നീ പോയി അടിച്ചിട്ട് വാട എന്ന് പറഞ്ഞാൽ പോലും, എന്നാൽ അത് ഞാനൊരു നെഗറ്റീവ് അല്ല ആണെന്നല്ല, ഏതെങ്കിലും ഒരു കാരണം ഉണ്ടോ, ഞാനുണ്ടടാ കൂടെ എന്ന് പറയാൻ കാരണവർ ചാടി ഉണ്ടായിരുന്നു. അവർ സപ്പോർട്ട് കൊടുക്കാൻ അമ്മാവനുണ്ടായിരുന്നു, അവർക്ക് സഹോദരന്മാരുണ്ടായിരുന്നു. അങ്ങനെ എന്ത് പ്രശ്നത്തിലും
അവരുടെ മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരുപാട് സഹപാഠികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജോയിന്റ് ഫാമിലിയിൽ നമ്മൾ ജീവിച്ച നമ്മൾക്ക് പറ്റിയതെന്താണ്? ആ ഓരോരുത്തരും ചെറിയ ചെറിയ ഫാമിലിയായി അണുകുടുംബം. ഇപ്പോൾ അണുകുടുംബവും മാറിയിട്ട് ഓരോരുത്തർ വ്യക്തികളും ഓരോ കുടുംബമാണ്. ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലായിട്ട് ഓരോ തുരുത്താവുകയാണ്. ഇന്ന് പണ്ടില്ലാത്ത കുറെ പ്രശ്നങ്ങൾ ഇന്ന് പുതിയതായിട്ട് വരികയാണ്. ഈ തുരുത്താവുകയും ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പണ്ട് അവസരങ്ങളില്ലായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ ബന്ധുക്കളൊക്കെയാണെന്ന് ആ നാടുമായിട്ടാണ് കൂടുതൽ ബന്ധം. ആ നാട്ടിൽ നിന്നാണ്, അതിൻ്റെ അടുത്ത് ഉള്ള സമീപ പ്രദേശങ്ങളിൽ ആ പഞ്ചായത്തിലപ്പുറം അവർ പോയി കാണത്തില്ല. ആ സമീപ പ്രദേശങ്ങളിൽ നിന്നായിരിക്കും അവർ വിവാഹം പോലും കഴിക്കുന്നത്. അങ്ങനെയാണ് ഈ അമ്മാവിന്റെയും അമ്മാവിയുടെ ഒക്കെ മക്കളെ വിവാഹം കഴിക്കാൻ തുടങ്ങിയത്. അവർക്ക് അങ്ങനെ വലിയ പരിചയമോ വലിയ യാത്ര ഒന്നും ഇല്ലാതെ അങ്ങനെ അവര് ഒരു ഇടുങ്ങിയ ഒരു ചട്ടക്കൂട്ടിൽ വളരുകയും അവരുടെ പ്രശ്നങ്ങളും വളരെ ലളിതമായിരുന്നു. അപ്പൊ ആ ഇതിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും നമ്മൾ സഞ്ചരിക്കുകയാണ്. ആ മരുഭൂമികളിലും മരുപ്പച്ചകളിലും ആഫ്രിക്കൻ കാടുകളിലൊക്കെ മലയാളികൾ ജോലി നോക്കും. അപ്പൊ അവർക്ക് ഇന്നലത്തേനേക്കാൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ അവരിലേക്ക് വരികയാണ്. അപ്പൊ അവർക്കൊരു മെന്ററിങ് വേണം. ആ മെന്ററിങ് ശരിയായ രീതിയിൽ നടത്തുകയും വേണം. പിന്നെ മെന്ററിങ് നടത്തുമ്പോൾ നമ്മൾ ഒരു ചെറിയ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ സമയവും എനർജിയും ടാലന്റും സ്കില്ലും നമ്മൾ പഠിച്ച അറിവുകളും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മണി എന്നറിയാം? എന്താണ് സമ്പത്ത്? നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന എന്താണ്? നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ അറിവും ചെലവഴിക്കുമ്പോഴാണ് അത് പണമായി മാറുന്നത്. ആ സ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും ഞാൻ പറയണം, നിങ്ങളുടെ സ്കിൽ വർദ്ധിപ്പിച്ചാൽ, നിങ്ങൾക്ക് ഹൈ സ്കിൽ നേടിയാൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളുടെ പണവും സ്കില്ലും അറിവും സമയവും കൂടെ ചെലവഴിക്കുമ്പോഴാണ്, നിങ്ങളുടെ അറിവ്, സ്കില്ല്, ടൈം ഇതൊക്കെ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പണം ഉണ്ടാവുക. അപ്പൊ നമ്മള് നിങ്ങളുടെ ഒരു ഫീസ് വാങ്ങിക്കുന്നവരെ നമ്മുടെ സമയം, ഞങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തുക. അത് നമ്മുടെ അറിവിലൂടെയാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലൂടെ. അപ്പൊ അതിൻ്റെയൊക്കെ നമ്മുടെ ഒരു ചെറിയ ഒരു ചെലവെന്നുള്ള നിലയിലാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത്. നിങ്ങൾക്കൊരു ഞാനൊരു ചെറിയൊരു സംഭവം പറയും. ഇത് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ചാണ്. അതായത് അന്നത്തെ പത്രങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് 2 ചാനലേ ഉള്ളായിരുന്നു, ഏഷ്യാനെറ്റും ദൂരദർശനം ഉള്ളായിരുന്നു. ഈ 2 ചാനലുകളിലും ഒന്നാണ്. അതായത് കൊച്ചിൻ കപ്പൽശാലയിൽ ഒരു ആഡംബര കപ്പല് വന്നു. അത് വേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, ഏത് രാജ്യമെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആ വിദേശ രാജ്യത്ത് നിന്ന് ഒരു ആഡംബര കപ്പൽ വന്നു. ഇവിടെ നങ്കൂരം ഇട്ടു. സാറിന് ആഡംബര കപ്പൽ വരുമ്പോൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴും 2 ദിവസം ഇല്ലെങ്കിൽ 3 ദിവസം, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 1 ദിവസമൊക്കെ തങ്ങും. എന്നിട്ട് അവിടുത്തെ ഈ കപ്പലിൽ വരുന്ന ആൾക്കാർ പുറത്തൊക്കെ ഇറങ്ങി പർച്ചേസ് ചെയ്യും, നാട് കാണും, കറങ്ങും. അങ്ങനെ ഒരു മദ്യപിക്കും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഈ ആഡംബര കപ്പൽ. അപ്പൊ ആഡംബര കപ്പൽ വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അവരത് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് സ്റ്റാർട്ടാവും. അപ്പൊ അവിടെ ഈ കപ്പലിൽ തന്നെ എഞ്ചിനീയർമാരും മെക്കാനിക്കലൊക്കെ ഉണ്ട്. അവരൊക്കെ നോക്കിയിട്ട് അത് സ്റ്റാർട്ടാവുന്നില്ല. അപ്പൊ അടുത്ത കപ്പൽശാലയിലെ അവർ ചീഫ് എഞ്ചിനീയർ അവരെ വിളിപ്പിച്ചപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അപ്പൊ ചീഫ് എഞ്ചിനീയർ അയാളുടെ പരിചയത്തിലുള്ള കുറെ പേരെയൊക്കെ അത് വിളിച്ചു നോക്കി. ഒരു നിവൃത്തിയില്ല, കപ്പൽ അനങ്ങുന്നില്ല. അപ്പോൾ ആരാണ്ടോ ഇതെന്താണ് മാർഗം? ഒരാൾ ഒരു ഓർമ്മ പറഞ്ഞു, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുതപ്പെട്ട ടെക്നിക്കൊക്കെ അറിയാം. പല എഞ്ചിനീയർമാരെയും പല വിദഗ്ധരായ ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ അടുത്തെവിടെയാണ് താമസം, അപ്പൊ അഡ്രസ് ഒന്ന് തപ്പിയാൽ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ പഴയ ആൾക്കാരെ കണ്ടുപിടിച്ചു. അങ്ങനെ വാസസ്ഥലത്ത് പോയി ഇവര് കാറിൽ പൊക്കി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. കാരണം ഇവര് കപ്പലിൽ പെട്ടെന്ന് പോകണമല്ലോ. അപ്പൊ അങ്ങാര് വന്നു, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ നന്നാക്കി തരാം, 25,000 രൂപ തരാം. അന്നത്തെ 20 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. 20 വർഷങ്ങൾക്ക് മുമ്പ് ആ ആഡംബര കപ്പലിലെ ക്യാപ്റ്റന് 25,000 രൂപ ശമ്പളം ഇല്ല. ആ സമയത്താണ് അയാൾ ചോദിക്കുന്ന 25,000. അപ്പൊ ഇവര് വിചാരിച്ച് 25,000 കാണും, ഇവർക്കറിയില്ലല്ലോ, വലിയ പണിയായിരിക്കും. അവൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ മാത്രം ചെയ്യാൻ മതിയോ? മതി, ഞാൻ മാത്രം മതി.
പക്ഷെ അഡ്വാൻസ് ആയിട്ട് പൈസ തരണം, അതിപ്പം തരണം. അത് ഞാൻ പിന്നെ ഇത് നിങ്ങൾക്കത് അപ്പൊ അവർക്ക് സംശയം പൈസ കൊടുത്തു. അത് ഞാൻ ഇവിടെ കപ്പലിലല്ലേ ഇരിക്കുന്നു, ഞാനത് റെഡിയാക്കിയില്ലെങ്കിൽ നിങ്ങളെ പൈസ തിരിച്ചു വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേർക്ക് അവർ 25,000 രൂപയും കൊടുത്തു. 25,000 രൂപയും വാങ്ങിച്ചിട്ട് അദ്ദേഹം നേരെ കപ്പലിന്റെ എഞ്ചിൻ ഇരിക്കുന്ന അവിടെ പോയിട്ട് അവിടെ നോക്കിയിട്ട് ഒരു ചുറ്റികലെടുത്തു. ചുറ്റികലെടുത്ത് എവിടെയോ ഒക്കെ 2-3 കൊട്ട്, ഒരു 5 മിനിറ്റ് പണിയേ ഉള്ളൂ. ഒരു കൊട്ട് കൊട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ അയാൾ കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി എടുക്കാൻ പറഞ്ഞു. വണ്ടിയല്ല, കപ്പലെടുക്കാൻ പറഞ്ഞു. ഒന്ന് അവര് കപ്പലെടുത്തു. കപ്പൽ സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. സ്റ്റാർട്ടായി. ഇത് വന്നപ്പോഴത്തേക്ക് കപ്പിത്താൻ പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാവുന്നല്ലോ, കപ്പൽ സ്റ്റാർട്ടാവുന്നല്ലോ. അത് സ്റ്റാർട്ടായി, അതുകൊണ്ടല്ലേ പൈസ വാങ്ങിച്ചു. നിങ്ങൾ ഈ ഒരു കൊട്ടികയെ ഇത് എടുത്തിട്ട് ഒരു ചുറ്റയെ എടുത്തിട്ട് അവിടെ ഇവിടെ 2 അടിയടിച്ചതിനാണോ നിങ്ങൾ ഈ 25,000 വാങ്ങിച്ചത്? നിങ്ങളൊരു 500 രൂപ എടുത്തോളൂ, ബാക്കിയൊക്കെ തിരിച്ചറിഞ്ഞോളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞെന്താണ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചുറ്റിക അടിക്കുന്നതിന് നിങ്ങൾക്ക് 500 രൂപ തന്നാൽ മതി. പക്ഷെ എവിടെ ചുറ്റിക അടിക്കണം എന്ന് ഞാൻ 32 വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് പഠിച്ചത്. ആ 32 വർഷത്തെ എൻ്റെ അനുഭവം, എൻ്റെ ജീവിതം, എൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, അതിനാണ് ഞാൻ 25,000 വാങ്ങിച്ചത്. എവിടെ ചുറ്റിക അടിക്കണം, എവിടെ കൊട്ടണം എന്ന് ഞാൻ പഠിക്കാൻ 32 വർഷം ഈ കപ്പൽശാലയിൽ സേവനം അനുഷ്ഠിച്ച് എൻ്റെ ജീവിതം ഹോമിച്ചാണ് ഞാൻ പഠിച്ചത്. അതിനാണ് 25,000 വാങ്ങിച്ചത്. അല്ല ചുറ്റി അടിക്കുന്നതിന് 500 വന്നാൽ മതി. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, നമ്മുടെ അറിവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പലതും അറിയാവുന്നതായിരിക്കും, നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഇത് പറയുന്നതിനാണ് നമ്മൾ ചെറിയ ഫീസ് വാങ്ങിക്കുന്നത്. നമ്മൾ ഫീസ് വാങ്ങിക്കുമ്പോൾ അതിനകത്തൊന്ന് കാര്യം നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ബേസിക് ആയിട്ട് ഞാനിപ്പോൾ ഇത് പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് തന്നെ നിങ്ങളെ മെന്ററിങ് പഠിച്ചു പോകണം. അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു LKG സ്റ്റാൻഡേർഡിലാണ് തുടങ്ങുന്നത്. അതിങ്ങനെ കുറേശ്ശെ പോയി മുന്നോട്ട് പോകും. അപ്പൊ നമ്മൾക്ക് ഒന്നും ഈ രാജ്യത്ത്, ഈ ലോകത്ത് സൗജന്യമല്ല. സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാണും. ഉദാഹരണമായിട്ട് യൂട്യൂബ്. എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഞാൻ യൂട്യൂബിൽ സൗജന്യമായിട്ടാണ് ഇടുന്നത്. പക്ഷെ എന്ത് ചെയ്യും, ഞാൻ ഈ സൗജന്യമായിട്ട് എത്ര ദിവസം ചെയ്യാൻ പറ്റും? യൂട്യൂബിൽ എത്ര ദിവസം ഓടാൻ പറ്റും സൗജന്യമായിട്ട്? അപ്പൊ അതിന്റെ പിന്നിൽ ചെറിയൊരു കുരുക്കുണ്ട്. അത് ഞാൻ ഇടുന്ന പ്രോഗ്രാം അത് ആൾക്കാർ കാണും, അതിനകത്ത് പരസ്യം ഇടും. ആ പരസ്യം ഇടുമ്പോൾ അത് ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ആവശ്യമില്ലാത്ത സാധനം വാങ്ങിക്കും, ആവശ്യമുള്ളത് വാങ്ങിക്കും, ചിലർക്ക് പ്രയോജനപ്രദമായിരിക്കും. അപ്പൊ ആ പരസ്യക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ അവർ യൂട്യൂബ് എനിക്ക് ഒരു വീതം തരും, ബാക്കി യൂട്യൂബ് ഇടും. അതാണ് യൂട്യൂബ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് സൗജന്യമായിട്ടെന്ന് പൊതുജനങ്ങൾ വിചാരിക്കുന്ന അവിടെ യൂട്യൂബ് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പരസ്യം ഇടുന്നു. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സമയം ഒരു 10 മിനിറ്റ് കാണേണ്ട വീഡിയോ 12 മിനിറ്റ് അവർ കാണിക്കുന്നു. നിങ്ങൾക്ക് ഇടയ്ക്ക് അലസോരപ്പെടുത്തുന്നു, അവിടെ നിങ്ങൾക്ക് പരസ്യം വരുന്നു. അതിന്റെ ഒരു വീതം ഞങ്ങൾക്ക് തരും. പക്ഷെ അവിടെ പ്രീമിയം ഉണ്ട്. പ്രീമിയം എടുത്താൽ പരസ്യം ഇല്ല. ആ പ്രീമിയത്തിന്റെ വീതം ആ യൂട്യൂബ് എടുക്കും, നമ്മളും എടുക്കും. അവർ നമുക്ക് തരുന്നതാണല്ലോ, നമ്മൾ എടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഗൂഗിള്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നും അറിയുന്നില്ല. അവരെ ഗൂഗിൾ നമ്മുടെ ഡേറ്റ എടുക്കുന്നുണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ ആ ഡേറ്റ വെച്ചിട്ടാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗൂഗിളിന്റെ ഇടയ്ക്ക് പരസ്യം വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഫേസ്ബുക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്കത് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇതുവരെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ഒരു ബേസിക് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുന്നു. പക്ഷെ അതിനെല്ലാത്തിനും ലോജിക്കില്ല. ദീസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദി ലോ ഓഫ് മാജിക്, നോട്ട് ലോജിക്. ഇത് പറഞ്ഞത് വിൽ സ്മിത്ത്, മാർക്ക് മാൻസൺ അവരെഴുതിയ വിൽ എന്നൊരു പുസ്തകമുണ്ട്. ഈ വിൽ സ്മിത്ത് അമേരിക്കയിലെ എഴുത്തുകാരനാണ്, ആക്ടറാണ്, റാപ്പ് ഡാൻസ് മ്യൂസിക്കിന്റെ ആളാണ്. വിൽ സ്മിത്ത് എഴുതിയ വിൽ എന്ന ഒരു മോട്ടിവേഷൻ ഗ്രന്ഥമാണ്.
അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇതിന്റെ വിഷയങ്ങളുമായിട്ട് വരാത്തതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും മാജിക്കാണ്. പക്ഷെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും മാജിക്കായിരിക്കില്ല. പക്ഷെ ഭൂരിപക്ഷം കാര്യങ്ങളും മാജിക്കാണ്. അവിടെ ഒരു ലോജിക്കും ഇല്ല. നമ്മൾ തന്നെ വിചാരിക്കും ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തു, പക്ഷെ എനിക്ക് വരുന്ന എന്താണ്? ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ എൻ്റെ മകൾക്ക് ദുരിതം വരുന്നു, എൻ്റെ കുഞ്ഞിന് വേറെ ദുരിതം വരുന്നു. അപ്പൊ അങ്ങനെ പല കാര്യം. അതുപോലെ തന്നെ ഒന്നും ചെയ്യാത്ത പലരും ലോട്ടറി അടിച്ച് കോടികൾ ഉണ്ടാക്കുന്നു. അപ്പൊ ദി യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദി ലോ ഓഫ് മാജിക്, നോട്ട് ലോജിക് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു മാജിക്കിന് പകരം മാജിക്കും ലോജിക്കും ഒക്കെ ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഒരു അത്ഭുതങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കണം. ആ മിറക്കിൾ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. അത് ചിലതിനകത്ത് ലോജിക്ക് കാണും. നമ്മളിവിടെ ജീവിതത്തിൽ എല്ലാം ലോജിക്കായിട്ട് നോക്കാൻ പറ്റില്ല. ആ ലോജിക്ക് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകും, അതോടൊപ്പം ലോജിക്കുള്ള കാര്യം വരും. പക്ഷെ പലതും സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടും മിറക്കിളും മാജിക്കും ഒക്കെയാണ് ലോകത്തുണ്ടാകുന്നത്. ഇത് പറഞ്ഞത് വിൽ സ്മിത്താണ്. ഇനി നമുക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് പോകണം. ഇനിയാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് നമുക്ക് ട്രാൻസ്ഫർമേഷന് വേണ്ടിയാണ് നിങ്ങൾക്ക് 100 പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇന്നലെ കുറെ പ്രശ്നങ്ങളുണ്ട്, ഇന്ന് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇന്നലത്തെ പ്രശ്നങ്ങൾ ഇന്ന് വീണ്ടും ഇരട്ടിയാവുന്നു. നാളെ ഇതിൽ നിന്നൊക്കെ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് പോകണം. അപ്പൊ നാളെ സ്വസ്ഥമായിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ മാറണം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകണം, നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകണം. ഈ ഉണ്ടാകണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മൾ പ്രസന്റിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു അവയർനെസ് ഉണ്ടാവണം. പ്രസന്റിൽ നമ്മൾ എവിടെ നിൽക്കുന്നത് സ്വയം ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ എവിടെയാണ് ചെല്ലേണ്ടതെന്ന് നമുക്കൊരു ധാരണ വേണം. നമ്മുടെ പ്രസന്റ് നമ്മൾ എവിടെയാണ്, ഡെസ്റ്റിനേഷൻ നമ്മൾ എവിടെ എത്തിച്ചേരണം, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതിന് ചില മാർഗങ്ങൾ ഉപയോഗിക്കണം. പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ചില മാർഗങ്ങൾ ഉപയോഗിക്കണം. ആ മാർഗങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കും. പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നും, നിങ്ങളുടെ പ്രസന്റ് പ്രശ്നങ്ങളിൽ നിന്നും, നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷനിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കുറച്ച് വഴികളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അത് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലും അതോടൊപ്പം തന്നെ തിയറിയാണ് ഞാൻ കൂടുതൽ പഠിപ്പിക്കുന്നത്. നാളെ നമ്മുടെ ഡോക്ടർ അതിന്റെ വിശദമായ തിയറി പ്രാക്ടിക്കൽ ചെയ്യിക്കും. ഇന്ന് ഞാൻ കുറെ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പ്രസംഗം കേട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം പറയാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് പറയുക. ആരെങ്കിലും പേര് വിളിക്കുന്നില്ല. മനസ്സിലാക്കിയ കാര്യം പറയുക. അജീഷ് ഇപ്പോഴാണ് കയറിയത്. ആർക്ക് മുന്നോട്ട് വേണം. നമ്മൾ ട്രാൻസ്ഫർമേഷന് വേണ്ടി വന്നവരാണ്. ട്രാൻസ്ഫർമേഷന് വേണ്ടി വന്നവര് മടിച്ചു നിൽക്കരുത്. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ തുടങ്ങണം. നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ ഇവിടെ. പേരെന്താണ്? പറഞ്ഞോളൂ. ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി, ആ കാര്യങ്ങൾ കൂടി പറയണം. എന്നെ കാണുന്നുണ്ട്. അതായത് ഫസ്റ്റില് പറഞ്ഞ കാര്യം, ഇപ്പൊ നമ്മള് ഒരു മെന്റർ എങ്ങനെയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, മെന്ററിങ് നടത്തേണ്ടത് എങ്ങനെ, ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് യഥാർത്ഥമായിട്ട് നല്ലൊരു ഗുരുവായിരിക്കണം, നല്ല ഒരു വഴികാട്ടിയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമ്മൾ മണിയിലേക്ക് എത്താൻ 3 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ടൈം, സ്കില്ല്, എനർജി. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മണി നമ്മളിലേക്ക് വന്നു ചേരും. പിന്നെ ഒരു കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞതില് പിന്നെ ആ ഒരു 25,000 രൂപ അയാൾ വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ 32 വർഷത്തെ കൃത്യമായിട്ടുള്ള അയാളുടെ ഒരു കഴിവാണ് അവിടെ അത് വാങ്ങിക്കാൻ എത്തിപ്പെട്ടത്. അതായത് അനുഭവമാണ് അത്രയും ക്യാഷ് അവിടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കഴിഞ്ഞത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ അടിക്കണം എന്ന്
എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഒരു കാര്യം, ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന പോലെ കൃത്യമായിട്ട് അതിന്റെ എന്താണ് അസുഖം എന്നറിഞ്ഞാൽ മാത്രമേ ചികിത്സ ലഭ്യമാവും. പിന്നെ ഒരു ബുക്കിന്റെ കാര്യം പറഞ്ഞു. എല്ലാം മാജിക് ആണ്. നമ്മള് കഷ്ടപ്പെടുന്നതിലോ അല്ല, കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷെ മാജിക്കിലൂടെ നമുക്ക് സാധ്യമാണ്. പിന്നെ 3 വഴിയാണ് ഇപ്പൊ പറഞ്ഞത്: പ്രസന്റ്, ഡിവൈസ്, ഡെസ്റ്റിനേഷൻ. അപ്പോ നമ്മളിപ്പോ സഞ്ചരിക്കുന്ന എവിടെയാണെന്ന് നമുക്ക് അറിയണം. അതായത് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് അറിയണം. ഇനി എവിടെ എത്തിച്ചേരണം നമുക്കറിയണം. പിന്നെ ഏത് മാർഗം ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ആ വഴിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുക കൃത്യമായിട്ട് അറിയുമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഓക്കെ സാർ? ഓക്കെ, വളരെ കറക്റ്റ്. ഞാൻ നല്ലൊരു മെന്റർ ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. എനിക്ക് മെന്റർ ആവാൻ ഇഷ്ടമാണ്. ഞാൻ 8 വർഷം സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നു ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഒരു ഇതുണ്ട്, എനിക്കൊരു ധാരണ ഉണ്ട്. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയം എന്തെങ്കിലും ചോദിക്കും. ഇതിനകത്ത് മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാം. ആർക്കെങ്കിലും, നമ്മൾ ഇത്രയും പേര് വരുമ്പോൾ എല്ലാവരും മനസ്സിലാവാത്ത എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ആർക്കും ഇല്ല എന്ന് വിചാരിച്ച് അടുത്ത ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ആദ്യം പ്രസന്റ്, നമ്മൾ ഇപ്പോൾ എന്താണ്, എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ നമുക്ക് എവിടെ പോകണമെന്ന് അറിയണം. ഇതറിയണമെങ്കിൽ നമുക്ക് ലക്ഷ്യബോധം വേണം. നമ്മുടെ പ്രസന്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയും വേണം. അപ്പൊ അതിന് ചില ടെക്നിക്കുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങള്, ലക്ഷ്യങ്ങള്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമുക്കറിയില്ല, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്തിനാണ്, എന്റെ ലക്ഷ്യത്തിൽ എത്തുന്നില്ല, എന്റെ ലക്ഷ്യം എന്താണെന്ന് പോലും എനിക്കറിയുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. കാരണം ലക്ഷ്യബോധം ഇല്ല, ഞാൻ ആകെ മടിയാണ്, എനിക്ക് ജീവിതത്തിൽ അങ്ങോട്ട് ടെൻഷനാണ്, ഡിപ്രഷനാണ്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പൊസിഷൻ അറിയണം. നിങ്ങൾക്ക് നാളെ ഇവിടെ എത്തിച്ചേരാൻ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. അതിനൊരു ടൂൾസ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയാം. എല്ലാവരും, ഞാൻ ഇപ്പോൾ സ്പീഡിലാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. 3 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കൃത്യമായി നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിൽ എന്താണ് പരാജയം, തടസ്സം എന്ന് നിങ്ങൾക്ക് സ്വയം അവയർനെസ് ഉണ്ടാകും. ആദ്യം നമ്മളൊരു വഴികാട്ടിയാണ്, ഒരു മാർഗദർശി മാത്രമാണ്. നിങ്ങളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട്, എല്ലാം നമ്മളിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ അതിനുള്ള ചെറിയ മാർഗനിർദ്ദേശങ്ങളും ചില വഴികളും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിപ്പോ ആദ്യം സെൽഫ് അവയർനെസ്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, നമ്മൾ എന്തുണ്ട്, നമ്മൾ എന്ത് കഴിവുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്, ആ സ്വപ്നം എന്തുകൊണ്ട് പരാജയപ്പെടുന്നില്ല, ഇത് നമ്മൾ തന്നെ സ്വയം. കാരണം ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ ആ ടൂൾസിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും തയ്യാറാണല്ലോ? എല്ലാവരും ഒന്ന് വളരെ റിലാക്സ് ആയിട്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം ആദ്യം മനസ്സിൽ കുറിച്ചിടണം, പിന്നീട് പേപ്പറിൽ കുറിച്ചിടണം. ഒരു ചെറിയ ഒരു ഇതാണ്, ഒരു ടൂൾസ് ആണ്. അപ്പൊ എല്ലാവരും വളരെ റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ കണ്ണടയ്ക്കുക. കണ്ണടച്ചോ? എല്ലാവരും കണ്ണടയ്ക്കും. ഇത് നിങ്ങൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്നോളൂ. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തെന്ന് പിന്നീട് വിജനമായ സ്ഥലത്ത്, ഏകാന്തമായ സ്ഥലത്ത്, വലിയ ശല്യമൊന്നും ഉണ്ടാവാത്ത സ്ഥലത്താണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് അതിന്റെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ ഒന്ന് നോക്കൂ. നിങ്ങൾ കണ്ണടച്ചിരിക്കുക. എന്നിട്ട് 3 പ്രാവശ്യം നല്ല വേഗതയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. വെറുതെ എടുക്കുക, വിടുക. 3 പ്രാവശ്യം ശ്വസിക്കുക, ഉച്ചസിക്കുക. അത് ഇത്തിരി വേഗത്തിൽ ആണ്. അത് കഴിഞ്ഞിട്ട് ശ്വാസം സാവധാനം എടുക്കുകയും
അത് നിങ്ങൾക്ക് കഴിയുന്നത്ര സമയം അത് ഹോൾഡ് ചെയ്യുകയും അതിനുശേഷം സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബാല്യത്തിലേക്ക്, കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബാല്യം കടന്നു വരട്ടെ. നമ്മൾ ബാല്യകാലത്തിലേക്ക് പോകും. ആ ബാല്യകാലത്ത് നമുക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ, കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന, കാണാൻ ആഗ്രഹമുള്ള വ്യക്തികൾ, ഇവരെ ഒന്ന് ഓർക്കുക. എന്നിട്ട് ആ പോകാൻ ഇവരെ കണ്ടിരുന്നില്ല, സ്പോട്ട് ലൈറ്റ് ആക്കിയതാ സാറേ. നമ്മുടെ കുട്ടിക്കാലത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലം, കാണാൻ ഇരുന്ന വ്യക്തി. എന്നാൽ അവിടെ പോകാൻ കഴിഞ്ഞില്ല. അത് മനസ്സിൽ കുറിച്ചിടുക. നമ്മൾ പോകാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമാണ്, പക്ഷെ അവിടെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് മനസ്സിൽ കുറിച്ചിടും. അതുപോലെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ, അവരെ കാണാൻ ഒക്കാതെ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിൽ കുറിച്ചിടുക. മനസ്സിൽ കുറിച്ചിട്ടാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവിടെ പോയില്ല, ആ സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. അത് മനസ്സിൽ കുറിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ആ സ്ഥലത്ത് പോകാൻ പറ്റിയില്ല, എന്തുകൊണ്ട് എനിക്ക് ആ സ്ഥലത്ത്, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എന്തൊരു കാരണം കാണുമല്ലോ പോകാൻ പറ്റാത്ത. അപ്പൊ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ പോകാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് ഓർമ്മ കാണുന്ന എന്തെങ്കിലും എക്സ്കർഷന് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ കാശില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അമ്മാവനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്മയുടെ അകന്ന ബന്ധു, അദ്ദേഹം വെച്ച് എനിക്ക് കാണാൻ പറ്റിയില്ല. പല പ്രാവശ്യം വീട്ടിൽ പറഞ്ഞു ആ അമ്മാവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. അപ്പൊ എന്തെങ്കിലും അതിന് സാമ്പത്തികമായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അത് മനസ്സിൽ കുറിച്ചിടുക. എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച ആ സ്ഥലത്ത് പോകാൻ പറ്റാത്തത്, ആഗ്രഹിച്ച വ്യക്തികളെ കാണാൻ പറ്റാത്തത്? ബാല്യത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ എവിടെ എത്തിച്ചേരാൻ ആണ് ആഗ്രഹിച്ചതെന്ന് മനസ്സിൽ കുറിച്ചു. ബാല്യത്തിൽ നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരാൻ വേണം? നിങ്ങളുടെ ആഗ്രഹം കാണുന്നത് ചിലർക്ക് ഡ്രൈവർ ആകാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് വലിയ സിനിമാ നടനാകാൻ ആഗ്രഹം, ചിലർക്ക് പോലീസുകാരനാകാനാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പലതും കാണും. അപ്പൊ നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ എവിടെ എത്തിച്ചേരാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? ആ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ബാല്യത്തിലുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ. ഓർത്തെടുത്താൽ മതി. നിങ്ങൾ ബാല്യത്തിലുള്ള സ്വപ്നങ്ങൾ ഓർത്തെടുക്കും. അത് വളരെ പ്രധാനമാണ്. ബാല്യത്തിലുള്ള സ്വപ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അല്ല, നിങ്ങൾക്ക് ഓർക്കുന്ന കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കും ബാല്യത്തിൽ.
അടുത്തത് നിങ്ങളെ കൗമാരത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളുടെ കൗമാരത്തില് നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കൗമാരത്തിലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിൽ കുറിച്ചിടുക. കൗമാരത്തിൽ ഇഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിച്ചത്? ഈ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. കൗമാരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ച വ്യക്തികൾ, അവരെ മനസ്സിൽ കുറിച്ചിടുക. കൗമാരത്തില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ, അവരെ മനസ്സിൽ കുറിച്ചിടുക. കൗമാരത്തിൽ നിങ്ങൾ യാത്ര ചെയ്ത് എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്തെടുക്കുക. ആ യാത്രയിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെയായിരുന്നു അതും ഓർത്തെടുക്കുക. കൗമാരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് മനസ്സിൽ കുറിച്ചിടുക. നിങ്ങളുടെ കൗമാര സ്വപ്നങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. ഞാൻ സ്പീഡിൽ പോവാണ്, അത് സമയം ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ എക്സർസൈസ് പിന്നെ ചെയ്യുന്നതാണ്. അടുത്തത് നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ ഇന്നത്തെ അറ്റ് പ്രസന്റില് എവിടെയൊക്കെ യാത്ര പോയിട്ടുണ്ട്? ആരുടെ കൂടെയൊക്കെ യാത്ര പോയിട്ടുണ്ട്? എവിടെയൊക്കെ പോകാനാണ് ഇഷ്ടം? ഏത് സ്ഥലം കാണാനാണ് ഇഷ്ടം? ഇത് മനസ്സിൽ കുറിച്ചെടുക്കുക. അടുത്തത് നിങ്ങൾ ഈ 3 പ്രായമുണ്ടല്ലോ, ബാല്യം, കൗമാര, യൗവനം. ഈ 3 കാലഘട്ടത്തിലും നിങ്ങൾ കണ്ട ലക്ഷ്യവും സ്വപ്നങ്ങളും വ്യക്തികളും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യങ്ങളുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ തമ്മിൽ എന്തെങ്കിലും സാദൃശ്യങ്ങളുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും സാദൃശ്യങ്ങളുണ്ടോ? സ്വഭാവ സാദൃശ്യങ്ങളുണ്ടോ? പൊസിഷനിൽ സാദൃശ്യങ്ങളുണ്ടോ? നിങ്ങൾ ഈ 3 കാലഘട്ടത്തിലും കണ്ട സ്വപ്നങ്ങളിൽ തമ്മിൽ എന്തെങ്കിലും, ഇപ്പൊ കാണുന്ന സ്വപ്നം, കൗമാരത്തിൽ കണ്ട സ്വപ്നം, ബാല്യത്തിൽ കണ്ട സ്വപ്നം, ഈ 3 സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചില സാമ്യങ്ങൾ കാണും. അടുത്തത് ഈ 3 പ്രാവശ്യം കണ്ട സ്വപ്നങ്ങളില് ഏതെങ്കിലും ഒന്നാണോ നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്? അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന് മനസ്സിൽ കുറിച്ചിടുക. പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് മനസ്സിൽ കുറിച്ചു.
ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടാണ്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും മനസ്സിൽ കുറിച്ചു. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഈ വിജയത്തിലേക്ക് എത്താൻ തടസ്സപ്പെട്ട പ്രശ്നങ്ങളും സഹിതം മനസ്സിൽ കുറിച്ചിട്ടു. എന്നിട്ട് നിങ്ങൾ കണ്ണുറക്കും. എന്നിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ പേനായും പെൻസിലും, പേനായും ബുക്കും എടുക്കണം. നിങ്ങൾ സ്വപ്നം കണ്ടു, നമ്മൾ ബാല്യം കണ്ടു, കൗമാരം കണ്ടു, യൗവനം കണ്ടു, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു. ഈ മൂന്ന് അവസ്ഥയിലും ഉള്ള നമ്മളെ പരാജയങ്ങൾ കണ്ടു, വിജയം കണ്ടു. നമ്മൾ ഇത് തമ്മിൽ സാമ്യമുണ്ട്. ഈ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? നിങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന പൊസിഷനും തമ്മിൽ സാമ്യമുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. എന്നിട്ട് നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയിടണം. എന്നിട്ട് അതിന് ഉത്തരം നിങ്ങൾ തന്നെ കാണും. 1, ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാൻ, ഇങ്ങനെ ലക്ഷ്യം വയ്ക്കാൻ എന്തെങ്കിലും കാരണമുണ്ട്? എൻ്റെ സ്വപ്നങ്ങൾ ഇതായിരുന്നു. നിങ്ങൾ കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന എക്സർസൈസാണ്. ഞാൻ എൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും ഇപ്പോഴും കണ്ട സ്വപ്നങ്ങൾ, ഇത് നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ പിന്നിൽ എനിക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ആ ഉദ്ദേശത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഞാൻ അടുത്ത് എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ, അത് എനിക്ക് ആഹ്ലാദം പകരുന്നതാണോ? എൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, അത് എനിക്ക് ആഹ്ലാദം പകരുന്നതാണ്. ഇപ്പൊ നമ്മളെ ലക്ഷ്യം സാക്ഷാത്കരിച്ചെന്ന് വെച്ചു. നിങ്ങൾക്കൊരു ഓഫീസ് ജോലിയാണ്, അത് നിങ്ങൾക്ക് ആഹ്ലാദം പകരുന്ന ഒന്നാണോ? ഇത് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആഹ്ലാദം പകരുന്നതാണോ? ആ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്ന എവിടെ ആണെങ്കിലും നമ്മൾ ജോലി ചെയ്യാതെ പറ്റത്തില്ല. എവിടെ ആണെങ്കിലും നമ്മൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതിൻ്റെ ജോലി ചെയ്യണം, ഒരു സാഹിത്യകാരനാണെങ്കിൽ ജോലി ചെയ്യണം, പ്രൊഫസർ ആണെങ്കിൽ ജോലി ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഇപ്പൊ എത്തിയിരിക്കുന്ന ലക്ഷ്യത്തിലെത്തിയിരിക്കുന്ന സംഗതിയിൽ നിങ്ങൾക്ക് മതിമറന്ന് നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയം പോകുന്ന അറിയുന്നില്ല. നിങ്ങൾ ഒരു നാടകം കാണുന്ന പോലെ, ഒരു സിനിമ കാണുന്ന പോലെ, ഒരു പാട്ട് കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് അത് ആസ്വദിച്ചുകൊണ്ട് സമയം നോക്കാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ എത്താൻ ആഗ്രഹിച്ച ആ സ്വപ്നങ്ങൾ കൂടെ എഴുതണം. നിങ്ങളിപ്പോ എത്തിയ സ്വപ്നങ്ങൾ കൊണ്ട് പിന്നെ എത്തിയില്ലെങ്കിൽ ആ എത്താൻ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വപ്നങ്ങൾക്ക് ഈ വാല്യൂ ഉണ്ടോ? നമ്മൾ എപ്പോഴും നമുക്ക് അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ അതിനകത്ത് പിന്നെ നമ്മൾ സിനിമ കാണുന്ന പോലെ സമയം പോകുന്ന അറിയാതെ മടി കൂടാതെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷ്യമായിരുന്നു. അതാലോചിക്കും. ഇനി ഞാൻ എത്തിച്ചേർന്ന ലക്ഷ്യം, ഇല്ലെങ്കിൽ ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നിന്നും ഞാനും എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും സുഖമായി ജീവിക്കാനുള്ള സമ്പത്ത് ലഭിക്കുമോ? നമുക്ക് ലക്ഷ്യങ്ങൾ ഒരുപാട് കാണും, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ജീവിക്കണ്ടേ? ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് കാര്യമില്ല. അതിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും, ചിലപ്പോൾ മക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും സുഖമായി ജീവിക്കാനുള്ള സമ്പത്ത് ലഭിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ ലക്ഷ്യം സാധിച്ചാൽ ആ സമ്പത്ത് കിട്ടുമോ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. അത് ഇന്ന് നമ്മളിവിടെ
ഞാൻ സ്പീഡിൽ അത് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ പോയിട്ട് അത് പകൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അത് ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് അത് എക്സർസൈസ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ഇത്തരം സാധനം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഏത് ലക്ഷ്യമാണ്, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് പറയാൻ പോകുന്നത്, ഞാൻ ഏത് ലക്ഷ്യമാണ് ആഗ്രഹിച്ചത്, ഏത് ലക്ഷ്യമാണ് നമ്മുടെ ആഗ്രഹത്തിൽ വന്നത്, ഇനി വന്ന ആഗ്രഹം ഇനി ഏതാണ് വരാനുള്ളത്, എനിക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതൊരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും സാമ്യം ഉണ്ടാവും, നമ്മളെ പല ലക്ഷ്യങ്ങളും തമ്മിൽ സാമ്യം ഉണ്ടാവും. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഉള്ള ലക്ഷ്യങ്ങൾ തമ്മിൽ സാമ്യം കാണാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ നടന്നില്ലെങ്കിലും പോലും ചിലപ്പോൾ അത് സാമ്യം വരും. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം, എന്റെ കഥ പറയാം, എന്റെ ഒരു സംഭവം. അതായത് എന്റെ ചെറുപ്പത്തില് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് അങ്ങാടി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ഈ അങ്ങാടിയുടെ സിനിമ കണ്ടപ്പോൾ എന്റെ ആഗ്രഹം എന്തായിരുന്നു? അങ്ങാടി അന്ന് ഏറ്റവും വലിയ ജയന്റെ സിനിമ ആയിരുന്നു. ഇത് കേൾക്കാവോ? ഇത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ നമ്മള് നേരത്തെ പറഞ്ഞ അതായത് എന്റെ ചെറുപ്പത്തില് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങാടിയുടെ സിനിമ കണ്ടിട്ട് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജയനെ പോലെ ഒരു ചുമട്ടുകാരന്റെ നേതാവാകണം. എന്റെ ആഗ്രഹം അതാണ്. കാരണം അന്ന് അങ്ങാടിയിലെ നിങ്ങൾ അന്നത്തെ എന്റെ തലമുറയിലുള്ളവരാണെങ്കിൽ അറിയാം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങാടി സിനിമ കണ്ടിട്ടവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു വലിയ ചുമട്ടുതൊഴിലാളിയായിട്ട് നിന്നിട്ട് അതിന്റെ നേതാവായിട്ട് നിന്നിട്ട് അവിടുത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു, അവിടുത്തെ ചുമട്ടുതൊഴിലാളികളുടെ നേതാവാകുന്നു, അവിടുത്തെ അനീതിക്കെതിരെ പോരാടുന്നു, ആ ചുമട്ടുകാരെയൊക്കെ സംഘടിപ്പിക്കുന്നു, മറ്റുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്നു. അങ്ങനെ വെറും ഒരു ചുമട്ടുകാരനായ ആള് അയാളുടെ കൈവിരലിലാണ് അവിടെ ആ ചുമട്ടുതൊഴിലാളികൾ മൊത്തം എത്തുന്നത്. അയാൾ ചുമട്ടുതൊഴിലാളികളുടെ നേതാവാണ്, ഈ ചുമട്ടുതൊഴിലാളികളെ നിയന്ത്രിക്കുന്ന ഒരു നേതാവായി. എന്റെ വലിയൊരു ആഗ്രഹമാണ്, എന്റെ ഈ സിനിമ കണ്ട അന്ന് മുതൽ എന്റെ ആഗ്രഹമാണ് ഒരു ചുമട്ടുകാരന്റെ നേതാവാണ്, ജയനെ പോലെ ചുമട്ടുകാരന്റെ ജയൻ. പക്ഷെ ഞാൻ പഠിച്ച് ഞാൻ ഉദ്യോഗം നേടി ഞാൻ ലേബർ ഓഫീസറായിട്ട് ജോലി നോക്കുന്ന സമയം, ഞാൻ സ്ഥലം പറയുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന. അപ്പൊ ഞാൻ ഒരു ലേബർ ഓഫീസറായിട്ട് ജോലി നോക്കുന്ന സമയത്ത് ഞങ്ങളാണ് ലേബർ ഡിപ്പാർട്ട്മെന്റുകാരാണ് ഈ ചുമട്ടുകാർക്ക് കാർഡ് കൊടുക്കുന്നത്. ചുമട്ടുകാർക്ക് ആകെ പോലീസുകാരെ പോലും പേടിയില്ലെങ്കിലും ലേബർ ഓഫീസറെ വലിയ കാര്യമാണ്. കാരണം അവരാണ് അവരുടെ കാർഡ് അവർ ജോലി ചെയ്യണോ വേണ്ട എന്ന് നിശ്ചയിക്കുന്നത് ലേബർ ഓഫീസറാണ്. ലേബർ ഓഫീസർ അവർ അമിത കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞ് കാർഡ് കട്ട് ചെയ്താൽ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ലേബർ ഓഫീസറുടെ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. ലേബർ ഓഫീസർക്കാണ് ഈ ചുമട്ടുതൊഴിലാളികളുടെ കാർഡ് കൊടുക്കാനും ഒക്കെ ഉള്ള അധികാരം. ഇപ്പൊ ഒരു ബോർഡ് തന്നെ ഉണ്ട്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്. അതിനകത്ത് നിയന്ത്രിക്കുന്നതൊക്കെ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിലല്ല, കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ലേബർ ഓഫീസറായിട്ട് ജോലി നോക്കുന്ന സമയത്ത് കുറെ ചുമട്ടുകാർക്ക് അവിടുത്തെ മാർക്കറ്റിൽ കുറെ ചുമട്ടുകാർക്ക് ജോലി കൊടുക്കേണ്ടി വന്നു. അവിടെ പുതിയ വികസനം വന്നപ്പോൾ പുതിയ ആൾക്കാർ വന്നു. ഞാൻ എല്ലാവരെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു 5 പേർക്ക്, അവിടെ നേരത്തെ കുറെ തൊഴിലാളികളുണ്ട്, 5 പേർക്ക് പുതിയതായിട്ട് കൊടുക്കേണ്ടി വന്നു. 5 പേർക്ക് കൊടുത്തു. അവര് വളരെ സന്തോഷമായിട്ട് പോയി. അപ്പൊ അങ്ങനെ പോയി നമ്മൾ അത് ആ സമയത്ത് നോക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മാർക്കറ്റിലൂടെ ഇങ്ങനെ പോകേണ്ടി വന്നു. അപ്പൊ എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ പോകാനും എടുക്കാനും ഒക്കെ വേണ്ടി ഒരു ബൈക്ക്. ഞാൻ ബൈക്കിലൂടെ ആ മാർക്കറ്റ് ഭയങ്കര ഇടുങ്ങിയ മാർക്കറ്റിലൂടെ ഇങ്ങനെ പോയപ്പോൾ പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്നിട്ട് എന്റെ ഈ ബൈക്കിനകത്ത് ഉരസി. അറിയാലോ, ഓട്ടോക്കാരന്മാരും ഉരസിയന്മാർ അങ്ങോട്ട് പൈസ വാങ്ങിച്ചു. ഞാൻ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തി, യഥാർത്ഥം മറിഞ്ഞു പോകേണ്ടിയായിരുന്നു. അവന്മാർ ഉരസി. അവന്മാര് വന്നിട്ട് അയാൾ പറഞ്ഞു, അയാൾ ഇറങ്ങിയിട്ട് അയാളുടെ ഓട്ടോ ഒക്കെ നോക്കിയിട്ട് പറയും, എന്റെ ഓട്ടം ഇതായി പോയി, ഇത്ര രൂപ വേണം. പൈസ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, നല്ല തുകയാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വണ്ടിയിലാണ് ഉരസിയത്, നിങ്ങൾ എന്നിട്ട് ഞാൻ പൈസ വേണമെങ്കിൽ വേണ്ടാന്ന് പറയാം, പക്ഷെ നിങ്ങൾ ഒക്കത്തില്ല, പൈസ തന്നേ പറ്റൂ. അപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ ഓട്ടോക്കാരെല്ലാം എന്നെ വളഞ്ഞു. ഓട്ടോക്കാരെല്ലാം കൂടി എന്നെ വളഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താണ് സംഭവം. പെട്ടെന്ന് കുറെ ചുമട്ടുകാരന്മാർ ഈ നിരക്കമ്പിയും വാരി എടുത്തുകൊണ്ട് വരുന്നു. ആരടാ ഞങ്ങളുടെ സാറിനെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. സംഭവം എന്ന് പറഞ്ഞാല്
ഇത് അന്ന് കാർഡ് കിട്ടിയ തൊഴിലാളി ആരോ ഒരാള് ഇവിടെ ഓട്ടോക്കാരന്മാര് എന്നെ തടഞ്ഞു വെക്കുന്നത് കണ്ടു. അവൻ കണ്ടിട്ട് പെട്ടെന്ന് അവൻ ഓടി ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി തൊട്ടുകാരടുത്ത് പറഞ്ഞു നമ്മുടെ സാറിനെ തടഞ്ഞു, ലേബർ ഓഫീസർ തടഞ്ഞു വെച്ചിരിക്കുന്നു ഓട്ടോക്കാരന്മാർ. പിന്നെ ഓട്ടോക്കാരന്മാരുമായിട്ട് അടിക്കാൻ വേണ്ടി അവന്മാർ നിറകരും ഈ കമ്പിയും കോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. ഈ സമയത്ത് അവിടെ വന്ന് വലിയ സംഘർഷമാണ്. അവിടെ വലിയ സംഘർഷത്തിന്റെ വക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ബഹളവും ഒക്കെ ആവും. ഞാൻ ഇങ്ങനെ നടക്കിങ്ങനെ വളരെ നിൽക്കുകയാണ്, എന്താണ് രക്ഷപ്പെടാനും മാറിയില്ല. തൊട്ടുകാർ എന്നെ വളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ട്. അപ്പൊ അങ്ങനെ നിന്ന സമയത്ത് ആരാണ്ടോ പിന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, ഇവിടെ ഒരു പുതിയൊരു ഗുണ്ട ഇറങ്ങിയിട്ടുണ്ട്, അയാളെ നേരത്തെ അടിയാണ്, വലിയ വഴക്കാണ്. അപ്പൊ ആൾക്കാർ വിചാരിച്ച് ചുമട്ടുകാരെ എന്റെ കൂടെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഇരിക്കുമ്പോൾ ഞാൻ എന്തൊരു ഗുണ്ടത്തലവനാണ് ആരാണ്ട് വിചാരിച്ചിട്ട് ഒരു പിന്നെ ഫോൺ വിളിച്ചാണ്. അവൻ പെട്ടെന്ന് SI ചാടി വന്ന് ഇതാരാടാ പുതിയ ഗണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കും. അപ്പൊ SIക്ക് എനിക്ക് അറിയത്തില്ല, അയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ ചിരിച്ച്. അപ്പൊ അയാൾ പറയാം എന്താണ് കാര്യം എന്ന് പറഞ്ഞു. ഞാൻ പറയാം ഞാൻ ഇന്ന സംഭവം ലേബർ ഓഫീസറാണ്, ഇവര് എനിക്ക് അറിയാവുന്നവരാണ്, ഞാൻ കാർഡ് കൊടുത്തത് അതുകൊണ്ടാണ് അവര്, അല്ല ഞാൻ ഗുണ്ടാത്തലവനൊന്നുമല്ല. അപ്പൊ അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവര് SI പറഞ്ഞ് രണ്ട് കൂട്ടർ എന്നോട് ചോദിച്ച് സാറിന് നഷ്ടപരിഹാരം വല്ലതും വേണം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അങ്ങനെ അത് അങ്ങനെ പോകും. ഇപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ അതേപോലെ ആയിരിക്കത്തില്ല വരുന്നതെങ്കിൽ പോലും അവരുടെ കുറെ സമയമെങ്കിലും എനിക്ക് അവരുടെ നേതാവാകാൻ പറ്റും. ചുമട്ടുകാരുടെ ഒരു ലേബർ ഓഫീസർ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ റിട്ടയർഡ് ആവുന്നവരെ ചുമട്ടുകാരുടെ ബഹുമാനം കിട്ടാൻ പറ്റും, അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ ലേബർ ഓഫീസറായിട്ട് മാറാൻ പറ്റും. എനിക്ക് അതാണ് നമ്മുടെ സ്വപ്നങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും സാമ്യം വരും. ആ സാമ്യമാണ് നിങ്ങൾ കണ്ടെത്താൻ പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ വിധിയുടെ ഒരു പോക്കാണ്. നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ആഗ്രഹിച്ച കാര്യം അത് ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തില് നമ്മളിലേക്ക് എത്തിച്ചേരും. കാരണം എനിക്കന്ന് ശക്തമായ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. പക്ഷെ ഞാന് അങ്ങനെ പോകേണ്ട ആളല്ല, ഞാൻ അങ്ങനെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണെങ്കിൽ പോലും നമുക്ക് അത് കണ്ടപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബാല്യത്തിലുള്ള ആ ഒരു ചിന്താഗതി. പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ ചുമട്ടുകാരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, അവരുടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലുള്ള ഒരു ഓഫീസറായിട്ട് മാറാൻ എനിക്ക് കഴിയും. അതെന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്റെ പഴയ സ്വപ്നങ്ങൾ. അങ്ങനെ നിങ്ങൾ ഇത് ഓർക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയാണ് സ്വപ്നങ്ങൾ നെയ്തെടുത്ത് നമ്മൾ എവിടെ എന്ന് നോക്കുന്നത്. അതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യമുണ്ട്, അത് നിങ്ങൾ ഒന്നുകൂടെ ആരെങ്കിലും മനസ്സിലായവർ പറയണം, അവർക്ക് മനസ്സിലായ രീതിയിൽ പറഞ്ഞാലും മതി. ആരെങ്കിലും ഒന്ന് പറയുക മനസ്സിലായി, കാരണം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത് അറിയണമല്ലോ. ഷഹനാസ് മനസ്സിലായോ? ഷഹനാസ് വല്ല മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമ്മള് നേരത്തെ കണ്ണടച്ചിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനസ്സിലായി. ഒന്ന് പറയാൻ അറിയാവോ? പറയാൻ കൂടെ അറിയണം. പറയാന് അതിന്റെ സ്റ്റെപ്പ് ആയിട്ടാണോ പറയണ്ടേ? ആ സ്റ്റെപ്പ് പറയാനല്ലേ നിങ്ങൾ നാളെ ചെയ്യേണ്ടതല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇവിടെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പാഷനും നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെന്നൊന്നും ഇവിടെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ അതിന്റെ ട്രയൽ പറഞ്ഞാണ്. നിങ്ങൾ 2-3 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഉരുത്തിരിഞ്ഞ് വരത്തുള്ളൂ. അത് വിജനമായ ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കാതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് സ്റ്റെപ്പായി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് പറയൂ. ഫസ്റ്റ് നമ്മള് 3 പ്രാവശ്യം സ്പീഡില് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. കണ്ണടക്കണം. ഓക്കെ. ഫസ്റ്റ് കണ്ണടച്ചിട്ട് 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം സ്പീഡില്. രണ്ടാമത് പിന്നെ അതേപോലെ കുറച്ച് സ്ലോ ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. നമുക്ക് എത്ര ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുന്നോ അത്രയും മാക്സിമം പിടിച്ച് നിന്നിട്ട് പിന്നെ ശ്വാസം വിട്ട് കളയാം. അങ്ങനെ 3 വട്ടം ചെയ്യാം. പിന്നെ നമ്മള് ചെറുപ്പകാലത്തേക്ക് പോവാ. ചെറുപ്പകാലത്ത് ചൈൽഡ്ഹുഡിലുള്ള മെമ്മറീസും നല്ല മെമ്മറീസും അതൊക്കെ ആലോചിച്ച് അന്ന് നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളും ആളുകളെയും ആരൊക്കെയാണോ എന്തൊക്കെയാണോ അതൊക്കെ ചിന്തിക്കുക. അവരെ കാണാൻ പറ്റിയോ, പറ്റിയില്ലെങ്കിൽ അത് എന്തുകൊണ്ടാ പറ്റായിരുന്നേ, നമ്മളെ അംബീഷനും നമ്മളെ വിശ്വാസവും ഒക്കെ ആലോചിക്കുക. അത് നമ്മൾ അച്ചീവ് ചെയ്തോ, അത് അച്ചീവ് ചെയ്തതിന്റെ റീസൺ, ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ ഒക്കെ ആലോചിക്കുക. പിന്നെ നമ്മൾ ടീനേജിലെ കാലഘട്ടത്തിലും ഇതേപോലെ ഫേവറേറ്റ് പേഴ്സൺ, ഫേവറേറ്റ്
നമ്മള് വിസിറ്റ് ചെയ്ത സ്ഥലം, നമ്മളെ വിഷസും നമ്മളെ അംബിഷൻസും ഒക്കെ എന്തൊക്കെയായിരുന്നു അങ്ങനെ ആലോചിക്കുക. അതേപോലെ ഇപ്പൊ നമ്മൾ എവിടെ നിക്കണേ, ഇപ്പല്ല നമ്മളെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാ ആലോചിക്കുക. അതിനുശേഷം ഈ നമ്മുടെ ലൈഫിലുണ്ടായ 3 സ്റ്റേജസും കമ്പയർ ചെയ്ത് നോക്കുക. അത് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, ഡിഫറൻസ് ഉണ്ടോ, അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുക. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും നമ്മളുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, എന്തൊക്കെയാ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്, ഇല്ലേല് അതേപോലെ എന്തുകൊണ്ടാണ് പറ്റാറുന്നത്, എവിടെയാണ് നമുക്ക് ഇങ്ങനെ ചെറിയ തിരുത്തൊക്കെ ആവശ്യമുള്ളത്, അങ്ങനെ ആലോചിക്കുക. പിന്നെ ഇതൊക്കെ ആഗ്രഹിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ, എവിടുന്നേലും വല്ല ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടോ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് അത് ആഗ്രഹിക്കാനുള്ളൊരു റീസൺ എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ ഈ വിഷസ് ഒക്കെ നടന്നു കഴിഞ്ഞാല് അതിൽ നമ്മൾ ഹാപ്പി ആവോ, അത് അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിന്റെ ഒക്കെ ഉത്തരം കണ്ടുപിടിക്കുക. ഹാപ്പി മാത്രമല്ല, നമുക്കും നമ്മുടെ കുടുംബത്തിനും ജീവിക്കാം, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് ജീവിക്കാനുള്ള സമ്പത്തും കൂടെ കിട്ടണം. അത് കിട്ടുന്ന ഒരു ലക്ഷ്യമാണ് നിങ്ങൾ ഈ സ്വപ്നങ്ങൾ കണ്ട. അല്ല നമ്മളിങ്ങനെ മലക്കോട്ടകൾ ഇങ്ങനെ കെട്ടും, അതിനകത്ത് 5 പൈസ കിട്ടത്തില്ലായിരിക്കും, നമ്മള് പട്ടിണിയായിരിക്കും ചിലപ്പോൾ. പല കാര്യങ്ങളും പല സ്വപ്നങ്ങളും അങ്ങനെ ആകും. അപ്പൊ അതാണോ, അതോ ഈ സ്വപ്നങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അനാലിസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ഇതിന് അവസാനം ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ, എന്റെ ലക്ഷ്യം എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ പറഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചു, നിങ്ങളുടെ ലക്ഷ്യവും ഇത് പോസിറ്റീവായിട്ട് പലരും ഈ ലക്ഷ്യങ്ങൾ തമ്മിൽ സാമ്യമുള്ള ആർക്കെങ്കിലും എന്ന് പറയാമോ? കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഇനി നിങ്ങളുടെ ഈ 3 കാലഘട്ടം, ബാല്യ, കൗമാരം, ഇപ്പോഴത്തെ അവസ്ഥയിലും നിങ്ങൾ എടുത്തിരിക്കുന്ന അവസ്ഥയും നിങ്ങളുടെ ആഗ്രഹങ്ങളിലെങ്കിലും സാമ്യമുണ്ട്. ഏതെങ്കിലും രീതി ഞാൻ ഈ ജയന്റെ കാര്യം പറഞ്ഞ പോലെയെങ്കിലും സാമ്യം നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളുണ്ടോ, നിങ്ങൾ എത്തിച്ചേർന്ന ലക്ഷ്യത്തിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴും അവശേഷിക്കുന്ന ഇനി എത്തിച്ചേരാൻ നിങ്ങളുടെ മോഹിക്കുന്ന ആ സ്വപ്നങ്ങളിൽ ഇത് തമ്മിലുള്ള എന്തെങ്കിലും സാമ്യമുണ്ടോ? അതാണ് ആദ്യം നോക്കുന്നത്. ഉണ്ടോ? ആർക്കെങ്കിലും സാമ്യമുണ്ടോ? സാമ്യമുള്ള ലക്ഷ്യമുണ്ടോ? ബാല്യ, കൗമാരം, ഇപ്പോഴും എത്തിച്ചേരാൻ. തീർച്ചയായും. ആരാണ് പറയുന്നത്? ശരി ഓക്കെ. സാറ് പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ കുട്ടികളായിരിക്കുന്ന കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിടിയൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ തോർത്തുകൊണ്ട് കൊണ്ട് ഇങ്ങനെ സാരി പോലെ എടുത്തിട്ട് ജനവാതിൽ ഇങ്ങനെ ചോക്ക് കൊണ്ട് എഴുതുമായിരുന്നു. അത് ഒരു ഭയങ്കര വെറുതെ അതിങ്ങനെ കുട്ടികളിങ്ങനെ 1-2 ഫ്രണ്ട്സിന് ഇങ്ങനെ നമ്മളെ കൂട്ടുകാരായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഇരുത്തിയിട്ട് ഇങ്ങനെ പഠിപ്പിക്കും, വടി എടുത്തിട്ട് പഠിക്കണില്ലേ, പിന്നെ അതുപോലെ അസിസ്റ്റന്റ് കണ്ണടയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കും. അതായത് നമ്മൾ ആ ഒരു ശൈലി ഇങ്ങനെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പൊ സാർ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. പണ്ടെപ്പോഴൊക്കെയോ അത് ചെയ്തിങ്ങനെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ നമ്മൾ ഈ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെടുത്ത് സാറന്മാര് ചോക്ക് തന്നു പോകും എഴുതി കൊടുക്കാനൊക്കെ. എനിക്ക് തോന്നുന്നത് +1 +2 കൂടുതലായിട്ട് എഴുതാനും വായിക്കാനും അധ്യാപകര് തന്നിട്ട് പോവും. അപ്പൊ പറയുന്ന ഒരു കാര്യം പിന്നെ നല്ല ശബ്ദത്തിൽ വായിച്ചു കൊടുത്തോളും, അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവും, നീ വായിച്ചു കൊടുത്താൽ മതി എന്നായിരുന്നു. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പൊ വീട്ടിലായാലും ഞാൻ ട്യൂഷൻ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അപ്പൊ പക്ഷെ അത് എനിക്ക് ഫസ്റ്റിൽ എനിക്ക് 4 കുട്ടികളാണ് വന്നത്. അപ്പൊ ആ സമയത്ത് എനിക്കത് എത്രത്തോളം കഴിയുന്ന അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ അത് 42 കുട്ടികളായി മാറി. പിന്നെ ഇപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നും, എന്നിട്ട് ഞാൻ ഇപ്പൊ നിലവിൽ 16 കുട്ടികളോടെ ഉള്ളൂ. പിന്നെ അതേപോലെ ഞാൻ ക്ലാസ്സിൽ ഇപ്പോ LP സെക്ഷൻ ആയാലും UP സെക്ഷൻ ആയാലും ഞാൻ ചെയ്തു. അപ്പൊ എനിക്ക് അവിടെ നിന്നൊരു വലിയൊരു ആഗ്രഹമാണ് എനിക്ക് എന്തായാലും കോളേജിൽ എടുക്കണം എന്നുള്ളത്. സാറ് പറഞ്ഞ പോലെ അതിലേക്ക് എത്തിയിട്ടില്ല, അതിന്റെ ഒരു വഴിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അടുത്ത കോളേജ് ലെക്ചർ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം.
അതെ, ഈ ലക്ഷ്യങ്ങൾ തമ്മിലാണ് സാമ്യം. നമ്മൾ അധ്യാപക എന്നുള്ള അത് ഇതേപോലെ ആ കലാലയ ജീവിതത്തിനോടും പിന്നെ അതേപോലെ നമ്മൾ ഈ പിന്നെ ഗവൺമെന്റ് കോളേജിലൊക്കെ ആ ഒരു പ്രത്യേക ഒരു ക്ലാസ് മുറിയേക്കാൾ ഒരു പ്രത്യേക വല്ലാത്തൊരു അന്തരീക്ഷമാണല്ലോ. നമുക്ക് കഥ വായിക്കാനും കവിതയോടൊക്കെ അതൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക്, ചിലർക്ക് എല്ലാവർക്കും പെട്ടെന്നൊന്നും മനുഷ്യന് ഒരു ക്ലാസ്സിൽ ഒരു 25 കുട്ടികളുണ്ടെങ്കിൽ അതില് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതുകൊണ്ടാണല്ലോ ചിലര് 1ാം റാങ്ക് വാങ്ങിക്കുന്നതും ചിലര് പിന്നെ തോറ്റു പോകുന്നതും ചിലര് കഷ്ടിച്ച് ജയിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. നമ്മൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെന്നില്ല. ഇത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന 18 പേര് 18 രീതി മനസ്സിലാക്കും. പക്ഷെ അത് നിങ്ങൾക്ക് വീണ്ടും ഈ എഴുതി വെച്ച കാര്യങ്ങൾ ഈ വീഡിയോ നാളെ നമ്മൾ ഷെയർ ചെയ്യും. ഇന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ കാണണം. നാളെ കണ്ടിട്ട് ഇത് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി അസസ് ചെയ്യണം. നിങ്ങൾ കൃത്യമായ ഇപ്പം അസസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തതിലോട്ട് പോവാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലുള്ള മാർഗങ്ങളാണ്. നമ്മൾ ലക്ഷ്യം കണ്ടുപിടിച്ചു. ലക്ഷ്യത്തിലേക്ക് നമ്മളൊരു മാർഗം, ആ മാർഗത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ. ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് പറയുമോ? ആരെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അപ്പൊ നമ്മുടെ ചിന്തയാണ് നമ്മളെ അത് കൊണ്ടുപോകുന്നത്. അതായത് നമ്മള് ഈ പ്രസന്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പിന്നെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കാം. അപ്പൊ ആ ലക്ഷ്യങ്ങൾ സാധിക്കണമെങ്കിൽ ആ ലോ ഓഫ് അട്രാക്ഷന്റെ കറക്റ്റ് ഡെഫിനിഷൻ പലരും അതിന്റെ ആശയങ്ങളാണ് പലരും പറയുന്നത്. അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും, അതാണ് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും സമാനമായ അനുഭവങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങൾ അറിയാത്തവരെ കുറിച്ചെടുക്കുക. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിച്ചെടുക്കുന്നു എന്നാണ്. അതിന്റെ ഇത് പറഞ്ഞാൽ നാം നിരന്തരം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായിത്തീരുമെന്നാണ് ബുദ്ധൻ പറയുന്നത്. നാം നിരന്തരം എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്ന. മഹാനായ സൂഫി വര്യനായ ജലാലുദ്ദീൻ റൂമി പറഞ്ഞിരിക്കുന്നത് നാം എന്ത് തിരയുന്നുവോ അത് നമ്മളെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം തിരയാൻ ആഗ്രഹിച്ചാൽ, നിങ്ങളിപ്പം കോളേജ് ലെക്ചർ പദവിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെയും കോളേജ് ലെക്ചർ പദവി നിങ്ങളെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തമ്മിൽ കൂട്ടിമുട്ടണം. അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇത് ഒരു ഘട്ടത്തിൽ വന്ന് കൂട്ടിമുട്ടും. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിന്നെ നമ്മളെ റൂമി പറയുന്നത്. നാം എന്ത് തിരയുന്നുവോ അത് നമ്മളെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിലര് സിനിമ പോലെയാണ്. ചിലത് പിന്നെ നായകൻ അവരെ ഇതിരെ തിരയുന്നു, നായികയും തിരയുന്നു നായകനെ. പക്ഷെ ഇവർ രണ്ട് വഴിയിലായി പോയി. അതുകൊണ്ട് കണ്ടുമുട്ടാതെ പോകുന്നുണ്ട് പലരും. നമ്മളെ തിരയുന്നു എന്ന് പറഞ്ഞ് നാം തിരയുന്ന സംഗതി നമ്മളെ തിരയുന്നെങ്കിലും നമ്മളെ തമ്മിൽ കണ്ടുമുട്ടണം. രണ്ടുപേരും രണ്ട് വഴിയിൽ സഞ്ചരിച്ചാൽ കണ്ടുമുട്ടൊക്കത്തില്ല. ഇത് ഒരു വഴിയിലാകണം. അതിന് ലോ ഓഫ് അട്രാക്ഷന്റെ കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, കുറച്ച് കാര്യം നമ്മുടെ പിന്നെ ഡോക്ടർ വിന്നർ ഷരീഫ് സാർ പറഞ്ഞത്. ഇതിനകത്ത് ഉള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്. അതായത് പൗലോ കൊയ്ലോ ഞാൻ ആദ്യം ചെയ്ത നോവലാണിത്. ഈ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അത് ഇട്ടിട്ടുണ്ട്. 20 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആൽക്കമിസ്റ്റ്. ആദ്യത്തെ വാചകം തന്നെ ഇതാണ്: നാം എന്തെങ്കിലും ശക്തമായി ആഗ്രഹിച്ചാൽ
നാം എന്തെങ്കിലും ശക്തമായി ആഗ്രഹിച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിന് വേണ്ടി പ്രപഞ്ചം ഗൂഢാലോചന നടത്തുന്നു. ഈ ഭൂമി മാത്രമല്ല, പ്രപഞ്ചം. നാം എന്തെങ്കിലും ശക്തമായി ആഗ്രഹിച്ചാൽ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം ഗൂഢാലോചന. ഈ ഗൂഢാലോചന നടത്തുമ്പോൾ നമ്മൾ അതനുസരിച്ച് പോകണം. വെറുതെ ഗൂഢാലോചന അവിടെ ഇവിടെ നടന്നാൽ പോരാ, ആ വഴി നമ്മൾ കണ്ടുപിടിക്കണം. ഒരു കാര്യം നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ അത് ആക്ഷൻ വേണം. ഈ ആക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ഗൂഢാലോചന നടത്തിയാലും നമ്മളെയൊക്കെ എത്തത്തില്ല. നമ്മളെ തിരയുന്ന നമ്മളുടെ ആഗ്രഹം വേറെ വഴിക്ക് പോകാതെ നമ്മുടെ വഴിയിൽ വന്നിട്ട് കണ്ടുമുട്ടണം. അതിനുള്ള വേലകളൊക്കെ ചെയ്യണം. അതിനകത്ത് ഉള്ളത് വിശ്വാസമാണ്, ബിലീഫാണ്. ബിലീഫ് സിസ്റ്റം വലിയൊരു സംഭവമാണ്. അതിനകത്തൊരു കഥയുണ്ട്. ഞാനത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ പിന്നെ ഐതിഹ്യമാലയിൽ ഒരു വലിയൊരു കഥയുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നവര് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു നാട്ടില് പണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലുള്ളതാണ്. ഐതിഹ്യമാലയുള്ള പല കാര്യങ്ങളും നടന്നതായിട്ടാണ് പലരും പറയുന്നത്. ഐതിഹ്യമാലയിലുള്ള നമ്മുടെ കേരളത്തിൽ നടന്ന കുറെ കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. കുറെയൊക്കെ കെട്ടുകഥകളും കാണാം, എങ്കിലും പറയുകയാണ്. അപ്പൊ ഈ ഐതിഹ്യമാലയിൽ നമ്മുടെ കേരളത്തിൽ ഒരു നല്ലൊരു നാട്ടിൻ പുറത്ത് ഒരു വൈദ്യരുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഫേമസ് ആണ്. അതിന്റെ ഏത് രോഗവും ആ നാട്ടില് ഇദ്ദേഹമാണ് ചികിത്സിക്കുന്നത്. അപ്പൊ അയൽവക്കക്കാര്, നാട്ടുകാര് അങ്ങനെ ദൂരെ നിന്ന് പോലും വരും. ഇദ്ദേഹം കൊട്ടാര വൈദ്യനും കൂടെയാണ്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ആ നാട്ടുപ്രമാണിയാണ്. അവിടെ ഒരു നാട്ടുപ്രമാണി. അപ്പൊ അവരുടെ നാട്ടുപ്രമാണിമാർക്ക് തന്നെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ടല്ലോ, നാടുവാഴിയുടെ വൈദ്യനും കൂടെ ആണ്. അപ്പൊ ഇയാള് രാവിലെ നേരം വെളുക്കുമ്പോൾ ഒരു 4 മണിക്കാണ് വൈദ്യർ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞ് അങ്ങനെ കുളിച്ച് തേവാലയൊക്കെ കഴിഞ്ഞിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മറത്തിങ്ങനെ വന്നിരിക്കും ചാരുകസേരയിൽ. ആ സമയത്താണ് ജോലിക്കാരൊക്കെ വരുന്നത്. ഈ ആവശ്യക്കാരായ ഈ രോഗികളും അവരുടെ ബന്ധുക്കളും ഒക്കെ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരും. വന്ന് ഉപകാരമൊക്കെ കൊടുത്ത് ദക്ഷിണയൊക്കെ വെച്ചിട്ട് അങ്ങനെ മരുന്ന് കൊടുക്കും. ആ മരുന്ന് വാങ്ങി രോഗം കേൾക്കും, മരുന്ന് കൊടുക്കും. ഇതാണ് പരിപാടി. അത് എല്ലാം വളരെ ഭയങ്കര ഫേമസ് ആണ്. ഇങ്ങനെ എന്ത് കുറിച്ചു കൊടുത്താലും അത് ഫലപ്രദ ആകുന്നു എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെ മാറുന്നുണ്ട്, പലരും അസുഖങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഫേമസ് ആണ്. അപ്പൊ അവിടെ ഒരു അയൽവക്കങ്ങളെ കുറച്ച് ദൂരെ ഒരു മണ്ടശ്രീമൻ ഉണ്ടായിരുന്നു, കുഞ്ഞിരാമൻ. ഈ കുഞ്ഞിരാമന്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ വന്നിട്ട് ഇതൊക്കെ നോക്കി നിൽക്കും. ഇവിടെ ഈ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ കണ്ടപ്പോ ആൾക്കാരിങ്ങനെ ദക്ഷിണയും കൊടുക്കുന്നു, തൊഴുന്നു. അപ്പം പൈസയും കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു. പക്ഷെ കുഞ്ഞിരാമൻ ആരും ബഹുമാനിക്കുന്നു. ഒരു പകുതി മണ്ടനും വലിയ ബുദ്ധിയില്ലാത്തതിനൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിരാമൻ ആരും ബഹുമാനിക്കും. അപ്പൊ കുഞ്ഞിരാമൻ എന്നും വൈദ്യരെ സമീപിച്ച് പറയാനുള്ളൊരു മടിയുണ്ട്. കാരണം വൈദ്യരെ കണ്ടിട്ട് ഇത് പറയാൻ കുഞ്ഞിരാമന് മടിയാണ്. കാരണം എങ്ങനെ പറയും ഈ വൈദ്യരെടുത്ത്? അപ്പം വൈദ്യരുടെ പണ്ടൊക്കെ എങ്ങനെയാണല്ലോ, എല്ലായിടത്തും ഒരു കാര്യസ്ഥൻ കാണും. ഈ കാര്യസ്ഥനെ എന്നും സമീപിച്ചിട്ട് പറയും, എനിക്ക് വൈദ്യം പഠിക്കണം, അതുകൊണ്ട് അങ്ങൊന്ന് റെക്കമെൻഡ് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോഴെന്ത് ചെയ്യും? ഇയാള് പറയും, നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, വൈദ്യർ അങ്ങനെ എല്ലാവരെയും പഠിപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞു. പക്ഷെ ഇത് നിവൃത്തിയില്ല. ദിവസം ഇന്ന് കഴിഞ്ഞാലും പിറ്റേ ദിവസവും വരും. അപ്പൊ എന്ത് ചെയ്യാനൊക്കെ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി അവസാനം ഒരു മാർഗം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, രാവിലെ ഇതുപോലെ അതിരാവിലെ വരണം. അത് നല്ല 4 മണിക്കെങ്കിലും വരണം. കാരണം അത് കഴിയുമ്പോൾ രോഗികളൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ രാവിലെ വൈദ്യരിങ്ങനെ കുളിച്ച് തൊഴുത് പൂമുഖത്ത് ഇങ്ങനെ ചാരുകസ ഇരുന്ന ഉടനെ തന്നെ കൊണ്ടുവന്ന ദക്ഷിണ വെച്ചിട്ട് തൊഴുമ്പോ വൈദ്യര് ഒരു മന്ത്രം പറഞ്ഞു. ആ മന്ത്രം 1001 തവണ ഉരുവിടണം. വീട്ടിൽ പോയി ഉരുവിട്ട് ബലവത്താക്കി വെക്കണം. എന്നിട്ട് ആ മന്ത്രം പറഞ്ഞിട്ട് വെള്ളം തളിച്ചാൽ മതി, ഏത് രോഗവും ഭേദമാവുന്നു. അപ്പൊ ശരി എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിരാമൻ പോയി ചൊരയ്ക്കാം. അയാൾക്ക് അതേ ഉള്ളൂ, അവിടെ പറയുന്ന സംഗതി അതേ ഉള്ളൂ. അത് ഒരു പാവപ്പെട്ടല്ലേ. അപ്പൊ അയാളെ പടിയിൽ ഒരു ചുരക്ക പറഞ്ഞത്, ആ ചുരക്കൊക്കെ എടുത്ത് പിറ്റേ ദിവസം രാവിലെ
3:30 മണിയായപ്പോഴും അയാൾ വന്നു. 4 മണിക്ക് വരാനാണ് പറഞ്ഞെങ്കിൽ 3:30-ക്ക് എത്തി. രാവിലെ വൈദ്യര് കുളിച്ച് വൃത്തിയാക്കിയൊക്കെ വന്ന് ഇരുന്ന് തൊഴുത് കഴിഞ്ഞു ഭസ്മൊക്കെ പൂശി ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ ഇട്ട് അങ്ങനെ ചാരുകസയിലൊക്കെ ഇരിക്കുക. അപ്പൊ ഇയാള് വന്നിട്ട് ഈ ചൊരക്ക എടുത്തിട്ട് വൈദ്യരുടെ മുമ്പിലേക്ക് വരും. വൈദ്യർക്ക് ദേഷ്യം വന്ന്, രാവിലെ ഒരുത്തരം വന്ന് ചൊരക്ക വെച്ചിരിക്കുന്നല്ലോ. അപ്പൊ ഇതിൽ അയാൾ തൊഴിൽ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് വൈദ്യര് പറഞ്ഞു, ഹേ വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് പറയാ, എടാ വിഡ്ഢി എന്തുവാ ചൊരക്കയോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വിഡ്ഢി ഇതിന്റെ ബാക്കി എന്തൊക്കെയാ പറഞ്ഞു. പക്ഷെ ഇയാൾ പെട്ടെന്ന് കേട്ടത് വിഡ്ഢിയും കൂശ്മാണ്ഡവും കേട്ടു. ഈ വിഡ്ഢി കൂശ്മാണ്ഡം അയാൾ ഉടൻ തന്നെ തൊഴുത് പോയി. പിറ്റേ ദിവസം മുതൽ അവിടെ ചികിത്സ ആരെങ്കിലും വരുമ്പോൾ ചികിത്സിക്കും. അങ്ങനെ ഇയാൾ പലയിടത്തും പറഞ്ഞ് മന്ത്രം പഠിച്ചു. ഇയാൾ വീട്ടിൽ പോയി അത് 1001 തവണ ഉരുവിട്ടു. കാരണം അയാൾ അവിടെ ഇരുന്നു. 2-3 ദിവസം കൊണ്ട് 1001 തവണ ഉരുവിട്ട് വിഡ്ഢി കൂശ്മാണ്ഡം, വിഡ്ഢി കൂശ്മാണ്ഡം, വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് പറഞ്ഞ കൂശ്മാണ്ഡം എന്ന് പറഞ്ഞാൽ ഇതാണ് ചൊരക്കാക്കാണ്. അപ്പൊ വിഡ്ഢി കൂശ്മാണ്ഡം അയാൾ പറഞ്ഞ സംഗതി ഉരുവിട്ട് അങ്ങനെ മന്ത്രം ബലവത്തിയായിട്ടിരിക്കുകയാണ്. അസുഖം മാറുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് അയൽനാട്ടിലെ ഒരു രാജാവിന്റെ ഈ നാടും കൂടെ ഭരിക്കുന്ന, ഇവിടെ നാടുവാഴിയാണല്ലോ, അതിന്റെയൊക്കെ ഒരു വലിയ തലവൻ പോയ ഈ നാടുവാഴിയുടെ മുകളിലുള്ള ആ രാജാവിന്റെ പത്നിക്ക് അസുഖം. അപ്പോൾ ആരും നോക്കിയിട്ടും പറ്റുന്നില്ല. അവൻ പറഞ്ഞു, ഈ വൈദ്യരെ വിളിക്കാൻ പറഞ്ഞു. ഇവിടുത്തെ ഒരു വൈദ്യരുണ്ട്. വൈദ്യരെ വിളിച്ചിട്ടും ഒരു നിവൃത്തിയില്ല. വൈദ്യര് നോക്കിയിട്ടും വളരെ സീരിയസ് ആണ്, മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് കേട്ട് നമ്മുടെ വിഡ്ഢി കൂശ്മാണ്ഡം ഈ കുഞ്ഞിരാമൻ നേരെ കൊട്ടാരത്തിൽ ചെന്നു രാജാവിനെ തൊട്ട് പറഞ്ഞു, അടിയൻ ചികിത്സിക്കാൻ ഞാൻ വൈദ്യരാണ്. ഇയാളെ നോക്കിയപ്പോൾ ഒരു ലക്ഷണമൊന്നും കണ്ടില്ല. അപ്പുറത്ത് വൈദ്യരൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും കൂടെ ചിരിച്ചു. അവിടെ രാജസദസ്സിലും അവിടെ ഉള്ള രാജാവിന്റെ കൊട്ടാരത്തിലൊക്കെ ഉള്ളവർ ചിരിച്ചു. ഇവരാ രാജാവ് ഒരു തോന്നൽ വന്നു. കാരണം ആരെങ്കിലും ചികിത്സിച്ചാൽ മതില്ല, ഇനി ഇയാൾ ചികിത്സിച്ചാലാണ് ഭേദമാകുന്നത്. എന്തായാലും നോക്കിക്കളയാം, എന്താ നമ്മുടെ ഭാര്യ നമ്മുടെ ആണല്ലോ, മറ്റുള്ളവർക്കൊക്കെ ചിരിക്കാം. അപ്പൊ അയാൾ പറഞ്ഞു, നീ നോക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കയറി അടിയൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു മൊന്തയിൽ വെള്ളം എടുത്തിട്ട് ഇരുന്നിട്ട് ഗുരുവിനെ നമിച്ചിട്ട് വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഈ രാജാവിന്റെ ഭാര്യയുടെ മുകളിൽ, രാജ്ഞിയുടെ മുകളിൽ വെള്ളം തെളിച്ചു. അതുവരെ മയങ്ങിക്കിടന്ന രാജ്ഞി ചാടി എഴുന്നേറ്റു. അവർ ഉത്സാഹത്തോടി അതോടുകൂടി ആൾക്കാരെ കമ്പരുന്നു. ഇവൻ വിടാൻ പഠിച്ചു. അപ്പൊ ആ വിശ്വാസമാണ്. അത് ഫലിച്ചാൽ അങ്ങനെ അയാൾ വലിയ വൈദ്യരായി. പിന്നീട് അതിനകത്ത് ഉണ്ട്. അങ്ങനെ ഈ വിഡ്ഢി കൂശ്മാണ്ഡം പിന്നെ ആൾക്കാർ തിരക്കി വരാൻ തുടങ്ങി. കാരണം രാജ്ഞിയെ സുഖപ്പെടുത്തുന്ന ഒരു വൈദ്യർ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അയാൾക്ക് കോടീശ്വരനായെന്നാ പറയുന്നത്. അയാളെ തിരക്കി ആൾക്കാർ വന്നു. അയാള് ഭയങ്കര കൈപുണ്യമുള്ള ആളാണ്. അയാൾ എന്ത് കൊടുത്താലും, വെറും വെള്ളം ഊതി കൊടുത്താലും, വെറും മരുന്ന് കൊണ്ട് ഒന്നും കൊടുക്കണ്ട. ഇയാളെ ആ പണിതേ ഉള്ളൂ. ഈ കൂശ്മാണ്ഡം പറഞ്ഞ്, വിഡ്ഢി കൂശ്മാണ്ഡം പറഞ്ഞ് വെള്ളം തളിക്കുക. പക്ഷെ അയാളങ്ങ് ഭയങ്കര ഫേമസ് ആയി. അയാള് വലിയ വിദഗ്ധനായ കൈപുണ്യമുള്ള വൈദ്യരായി മാറിയെന്നാണ് ഞാൻ പറഞ്ഞല്ല, കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമായി എഴുതി വെച്ച സംഭവം. അപ്പൊ എന്താണ്? വിശ്വാസമാണ്. നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കണം. 100% വിശ്വസിച്ചുകൊണ്ട് അത് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. നിങ്ങൾക്കെല്ലാം വരുന്നത് വിശ്വാസക്കുറവാണ്. അതെങ്ങനെ വരുന്നു? അതെങ്ങനെ നമ്മുടെ മൈൻഡ്, അതായത് ക്രിട്ടിക്കൽ മൈൻഡ് ഒരു സാധനമുണ്ട്. ആ ക്രിട്ടിക്കൽ മൈൻഡ് ചോദിക്കും, ഇത് നടക്കൂടെ? ആ ക്രിട്ടിക്കൽ മൈൻഡിനെ തൃപ്തിപ്പെടുത്താൻ ചില ടെക്നിക്ക് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സർസൈസിന് ശേഷം, നേരത്തെ പറഞ്ഞ നിങ്ങളെ ലക്ഷ്യം കണ്ടുപിടിക്കാനുള്ള എക്സർസൈസിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വിവരിക്കാൻ പറ്റുമോ? നേരത്തെ വിവരിച്ചവർ വേണ്ട, പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആരെങ്കിലും ഒന്ന് പറയൂ. നമ്മുടെ അശ്വനി മോളെ, അശ്വനി പോയാ? ഒന്ന് പറയാമോ മോള്? ഞാൻ ഇത് മതി. ഞാൻ ആ എക്സർസൈസ് പറഞ്ഞതിന് ശേഷമുള്ള, ഞാൻ കണ്ണടയ്ക്കാനും നിങ്ങളെ ലക്ഷ്യം കണ്ടുപിടിച്ചതിന് ശേഷം പറഞ്ഞ കാര്യം എന്താണ്?
എന്ന് പറയും. പറഞ്ഞാൽ മതി, മോക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. അങ്ങനെ വലിയ തെറ്റ് പറ്റും. മനുഷ്യൻ വീണിട്ടാണ് മനുഷ്യൻ ചാടി എഴുന്നേക്കുന്നത്. വീഴാത്ത ആരും കാണത്തില്ല ലോകത്ത്. നമ്മൾ ചെറുപ്പം മുതലേ എത്ര പ്രാവശ്യം നമ്മൾ വീണിട്ടാണ് ഒന്ന് എഴുന്നേക്കാൻ പഠിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ തെറ്റുപറ്റും. നമ്മൾ വീഴും എഴുന്നേക്കും. വീണ് കിടന്നിട്ട് ആ വീഴുന്ന സ്ഥലത്ത് കിടന്ന് ഉരുളരുത്. നമ്മൾ വീണാൽ അവിടെ ചാടി എഴുന്നേക്കണം. വീഴ്ച മനുഷ്യ സഹജമാണ്. കാല് തെറ്റി വീഴും. പക്ഷെ അവിടുന്ന് ചാടി ഊർജത്തോടെ എഴുന്നേക്കണം. അങ്ങനെയാണ് കുട്ടികൾ. നമ്മൾ ഏതെങ്കിലും കൊച്ചു പിള്ളേര് വീണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കാറുണ്ടോ? അവൻ ചാടി എഴുന്നേക്കും. ആരെങ്കിലും കണ്ടാലും കരയും. നമ്മൾ മാതാപിതാക്കളായ നോക്കിയാൽ മതി. കുട്ടികള് ആരെങ്കിലും അവനെ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അവൻ കരയും. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതാണ് അതിന്റെ മനുഷ്യന്റെ ഒരു പ്രകൃതി. നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെ താങ്ങാൻ ആളുണ്ടെങ്കിലേ നമ്മൾ ക്ഷീണം അനുഭവിക്കൂ. ഒരുത്തരും താങ്ങാനില്ലെങ്കിൽ നമ്മളെ ഊർജ്ജസ്വരമായിട്ട് എഴുന്നേക്കും. അപ്പൊ വീഴുന്ന ഒന്നും പ്രശ്നമല്ല. നമ്മൾ പറയും മോളെ, ആദ്യം നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ ലക്ഷ്യങ്ങളും ഒന്നാവുമ്പം നമ്മൾ ലക്ഷ്യം കാണുന്നത് തന്നെ നമ്മളെ തേടി എത്തും. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാരും കേൾക്കുന്നുണ്ട്. പറഞ്ഞാൽ മതി. മോക്ക് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ, മോക്ക് എങ്ങനെയാണ് മനസ്സിലായത് അങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ കഥയും കൂടെ പറയെങ്കിൽ പറയാം. പൗലോ കോയിലോ പറഞ്ഞ എന്താണ്? പൗലോ കോയിലോ എന്താണ് പറഞ്ഞത്? ഞാൻ പൗലോ കോയിലോ ആൽക്കമിസ്റ്റ് നോവൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നാം എന്തെങ്കിലും ഒരു കാര്യം ശക്തമായി ആഗ്രഹിച്ചാൽ നമ്മുടെ ആഗ്രഹം നടപ്പാക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം ഗൂഢാലോചന നടത്തും. സാരമില്ല, ഗൂഢാലോചന വരെ നടത്തിക്കളയും നിങ്ങളെ രക്ഷപ്പെടുത്തും. പക്ഷെ ശക്തമായ ആഗ്രഹമായിരിക്കണം. പിന്നെ ഭൂമി പറഞ്ഞെന്താണ്? നാം തേടുന്നത് എന്തോ നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു വഴി വരുമ്പോ അത് കറക്റ്റ് വഴിയാണെങ്കിൽ അത് കണ്ടുമുട്ടും. കറക്റ്റ് വഴി അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. മനസ്സിലായോ? ഇനി ആരെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കും. പറഞ്ഞ മാത്രമല്ല, നമ്മൾ ഇന്ന് മൊത്തം ക്ലാസ്സിൽ പറഞ്ഞതിന് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കാണ്ടോ? എന്തെങ്കിലും സംശയം? നിങ്ങൾ നാളെ ഈ പറഞ്ഞ സംഗതി നിങ്ങൾ എക്സർസൈസ് ചെയ്യുവോ? നിങ്ങളുടെ ലക്ഷ്യം കണ്ടുപിടിക്കുവോ? അയ്യോ, ഹലോ സർ. പറയൂ. ഹലോ, നമ്മളിപ്പോ നല്ല പോസിറ്റീവ് എനർജിയിലായിരിക്കും. അതായത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു ഉച്ചയ്ക്ക് ആയി, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തേക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. അത് സങ്കടമായിട്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടാവും. അപ്പൊ അത് പിന്നെ നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടാണോ? അത് പറഞ്ഞുതരാം. അതായത് നമ്മള് ഇതിന് ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. അത് ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ജീവിതത്തില് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടോ സന്തോഷമായിട്ടോ മാത്രം ഇരിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് നമുക്ക് മൂഡ് ഔട്ടും ഇത് വരും. നമ്മൾ പഴയ ഓർമ്മകൾ വരും. അതിനൊരു ടെക്നിക്ക് ഉണ്ട് ഇത് മാറാൻ. അതായത് നമ്മൾക്ക് ഒരു ദുരിതം വരുന്ന വെച്ചു. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒരാളെ അപമാനിക്കുമ്പോൾ അതിന് പറയുന്നത് ആങ്കറിങ് എന്നാണ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഡിസോൾവ് ചെയ്യണം. അപ്പൊ ഡിസോൾവ് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരാള് അവമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ദുഃഖം വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യമാണ്. ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ച, എല്ലാവരും നമ്മൾ അംഗീകരിച്ച ഒരു കാര്യം, നമ്മൾ ഹാപ്പിയായ ഒരു കാര്യം
പെട്ടെന്ന് ഓർക്കും. ഈ സംഗതിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ള എപ്പോഴെങ്കിലും സന്തോഷം വന്നിരുന്ന ആ ഒരു നിമിഷത്തെ മനസ്സിൽ കൊണ്ടുവരിക. മറ്റേതിനെ ഡിസോൾവ് ചെയ്തിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യുക. അതിൽ ആ ഒരു സ്വപ്നത്തിൽ കുറെ സമയം നിൽക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന്റെ സ്വപ്നങ്ങൾ നിൽക്കുക. നമ്മൾ ഒരാൾ പറയാ, നിനക്ക് നീ എന്തോ ടീച്ചറാണ്, നിനക്ക് ഇപ്പൊ ജോലിയില്ലല്ലോ, ഇനി എപ്പോഴാന്ന് പറയുമ്പോൾ നമ്മൾ കോളേജ് ലെക്ചറായിട്ട് ഇരിക്കുന്ന, അതായത് ഒന്നുകിൽ നമ്മൾ അനുഭവിച്ചത് ഇല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ മനസ്സിലാവും. ഞാൻ ഒരു കോളേജ് ലെക്ചറായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നാട്ടുകാർ ബഹുമാനിക്കുന്നതും വീട്ടുകാർ ബഹുമാനിക്കുന്നതും ശമ്പളം കൊണ്ടുവന്ന് വരുമ്പോൾ ആൾക്കാർ വളരെ ആദരവായിട്ട് നിൽക്കുന്നതും കോളേജിൽ പിന്നെ നാട്ടിലെ ഗസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിന്റെ വാർഷികത്തിനോ ഒക്കെ നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുന്നതും അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുമ്പോൾ മറ്റേതങ്ങ് മാഞ്ഞു. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും നേടിയ ഒരു സംഗതിയെ ആ സുന്ദര നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ നമ്മൾ നേടാൻ ആഗ്രഹിച്ച ഒരു സംഗതി അത് നേടിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ സമയത്തുള്ള നമ്മുടെ സന്തോഷവും ഒക്കെ വരുന്ന അതിലേക്ക് മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യും. മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യാതെ ഒരു കാര്യം, ഇത് ഷിഫ്റ്റിംഗ് ആണ്. ഒന്ന് ഡിസോൾവ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് പ്രാക്ടീസ് ചെയ്ത് വരും. ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ല. ഇത് പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ ഇതിൽ വരും. ഓക്കെ സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമുക്കിപ്പോ ചില കാര്യം നമുക്കിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മൾ കുറേ നമ്മൾ കരഞ്ഞു പോകും. അപ്പൊ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസം തോന്നും. അപ്പൊ കരയുന്നതാണോ അത് നമ്മൾ തളരുകയാണോ അവിടെ ചെയ്യുന്നത്? അതോ കരയേണ്ട സമയത്ത് അതായത് രണ്ടിതുണ്ട്. നമ്മള് കരയേണ്ട അത്രയ്ക്കുള്ള ദുഃഖമാണെങ്കിൽ കരയാം. കരഞ്ഞു കഴിഞ്ഞിട്ട് ആശ്വാസം വന്നിട്ട് നമ്മൾ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യണം. കാരണം കരയാൻ അവര് വെച്ച ആള്, നമ്മളെ കരയിപ്പിച്ച ആള് നമ്മൾ അംഗീകരിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനെ മനസ്സിൽ താലോലിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് ഈ കരച്ചില് മാറിയിട്ട് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ഷിഫ്റ്റിംഗ് വരും. മനസ്സിലായോ? അതായത് ഇപ്പൊ നിങ്ങൾ അമ്മായിയമ്മയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴക്ക് പറഞ്ഞു. ചിലപ്പോ അപ്പുറത്ത് അവര് തട്ടിമറിച്ചിട്ട് ചിലപ്പം നിങ്ങളെ വഴക്ക് പറയും. ആ മുറി തൂത്തില്ല, അവളെ തൂത്ത കാര്യത്തില് അവളെ ചിലപ്പോ അവര് തന്നെ എന്തെങ്കിലും പൊടി കൊണ്ടിട്ടിട്ട് ചിലപ്പോൾ നിന്നെ വഴക്ക് പറയും. അപ്പോഴ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മള് പെട്ടെന്ന് ഇവര് നമ്മളെ ബഹുമാനിക്കുന്ന സമയമാണ്. നമ്മൾ കോളേജിലൊക്കെ വന്ന് നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അമ്മായി അമ്മയ്ക്ക് നല്ലൊരു സാരിയൊക്കെ വാങ്ങിച്ച് ഇല്ലെങ്കിൽ അമ്മായി ഇഷ്ടമുള്ള സംഗതികളൊക്കെ വാങ്ങിച്ച് വരുമ്പോ അമ്മായി അമ്മ മനസ്സിൽ പറയണം, നീ അവള് വലിയ കോളേജ് പ്രൊഫസറൊക്കെ ആയിപ്പോയി. അതായത് നമ്മൾ അവമാനിക്കുന്ന ആള് അസൂയയോടുകൂടി നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസം വരും. ആ ഒരു സംഭവം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആദ്യമൊക്കെ നമുക്ക് കരച്ചില്ല. ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല. ആദ്യ ദിവസം നമ്മൾ കരഞ്ഞ് തന്നെ തീർക്കണം. പക്ഷെ പെട്ടെന്ന് തന്നെ അത് ഷിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്താൽ മതി. ആണ് ഏറ്റവും ആയിട്ട് പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ അവർ അംഗീകരിച്ച ഒരു നിമിഷങ്ങൾ ഒന്നുകിൽ അത് ഓർത്തെടുത്ത് സന്തോഷിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ആ സമയത്ത് ഇവരെല്ലാം നമ്മൾ അംഗീകരിക്കുന്നതായിട്ടും നമ്മൾ കരച്ചിലിന് പോലും ആ സമയത്ത് അവമാനിച്ചവരും നമ്മളെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതായിട്ട് ആ മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അതാണ് അതിന്റെ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് തെറാപ്പിയാണ്. ഇതാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്, മൈൻഡ് ഷിഫ്റ്റിങ്. കാരണം അല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമ്മൾ അതും കൊണ്ട് മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കാന്നല്ലാതെ പുറത്തൊരു സംഭവം ഉണ്ടാവുന്നില്ല. പുറത്തുണ്ടാവുന്ന സംഭവത്തെ നമ്മൾ അകത്തെടുക്കുന്നതാണ് പ്രശ്നം. പുറത്ത് അവര് പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്, നമ്മൾ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഒരേ ലെവലിൽ എടുക്കും. നമ്മൾ അതിൽ മുഴുകാതിരിക്കുക. നമ്മൾ മുഴുകാതെ നമ്മൾ അതിൽ നിന്ന്, അതായത് പിന്നെ വെണ്ണ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പോലെ വെളിച്ചെണ്ണ വെള്ളം നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ പൊങ്ങിക്കിടക്കണം. ഇത് വെള്ളത്തിലിങ്ങനെ നിലവെള്ളം ചവിട്ടി നിൽക്കുന്ന പോലെ നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം. ചേമ്പലയിൽ വെള്ളം വീണ ചേമ്പ് ഇലയ്ക്കൊന്നും പറ്റത്തില്ലല്ലോ, അതങ്ങ് ഒഴുകിപ്പോകും എന്ന് പറയുന്നത്. ഇത് പുറത്തുള്ള സംഗതിയാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമുക്ക് നിയന്ത്രണത്തിലല്ലാത്ത ഈ ലോകത്ത് രണ്ട് കാര്യമുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളും നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളും.
നിയന്ത്രണം നമുക്ക് എന്തെങ്കിലും ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ ആ ചെയ്ത് തന്നെ പരിഹരിക്കും. ഓർത്തുകൊള്ളുക, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമുണ്ട്, നിയന്ത്രണത്തിലില്ലാത്ത കാര്യം. നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും ചെയ്താൽ, ആക്ഷൻ ചെയ്താൽ അത് മാറുമെങ്കിൽ അങ്ങനെ ചെയ്യണം. നിയന്ത്രണത്തില്ലാത്ത കാര്യത്തിന് ഒന്നുകിൽ അങ്ങ് വിട്ടുകളയുക, ഇല്ലെങ്കിൽ അതിനാണ് ഈ പ്രാർത്ഥനയും ദൈവവും ഒക്കെ ആൾക്കാർ പറയുന്നത്. മനസ്സിൽ പിന്നെ അത് വിട്ടുകളയുക, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ നിയന്ത്രണത്തില്ലാത്ത കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യുക. നിയന്ത്രണത്തിലുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ആ ആക്ഷനിലൂടെ പരിഹരിക്കും. മനസ്സിലായോ? ഹലോ. ആ ഒരു ദിവസം കൊണ്ട് നോക്കുന്നില്ല, ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അല്ല, ഇത് കുത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ മാനസികമായുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് നമ്മളോട് ഒരാള് ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് അത് തെറ്റാണെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ അത് അവർ അംഗീകരിച്ച് തരുന്നില്ല. അപ്പൊ നമ്മളവിടെ പിന്നെ അത് വ്യക്തമായ തെളിവോടുകൂടി പറഞ്ഞു കഴിഞ്ഞാലും അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, 3 സ്ഥലങ്ങളിൽ നമ്മൾ മൗനം പാലിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ പറഞ്ഞാലും അവർ അത് അംഗീകരിക്കാത്ത സാഹചര്യത്തില് നമ്മൾ മൗനം പാലിക്കണം. കാരണം നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് അവരുടെ മനോഭാവമാണ്. അവരുടെ മനോഭാവം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ മൗനം പാലിക്കുക. പിന്നെ നമ്മൾ പറയാതെ തന്നെ ഒരാൾ നമ്മളെ മനസ്സിലാക്കുന്നെങ്കിൽ അവിടെയും മൗനം പാലിക്കണം. പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ തന്നെ കുറ്റം പറഞ്ഞ് കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലും നമ്മൾ മൗനം പാലിക്കണം. തിരിച്ച്, കാരണം ഭൂരിപക്ഷം ആൾക്കാർക്കും അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനാണ് ഇഷ്ടം. അല്ല, നമ്മൾ പറയുന്നതല്ല നമ്മൾ പറയുന്നത് അല്ല അവർ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് എന്താണോ നമ്മളെ കുറിച്ച് വിശ്വസിക്കാൻ ഇഷ്ടം, അതാണ് അവർ ഇങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കുക, നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കുക, ആ വ്യക്തിക്ക് നമ്മളോടുള്ള മനോഭാവം മനസ്സിലാക്കുക. നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്, നമ്മളെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. അപ്പൊ അവരടുത്ത് നമ്മൾ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ന്യായീകരിച്ചാലും ആ ന്യായീകരണത്തിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കും. ഇവിടെ മൗനം പാലിക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഡിസോൾവ് ആൻഡ് ഷിഫ്റ്റിംഗ്, ആ ഒരു തന്ത്രം പ്രയോഗിക്കുക. കുറെ കഴിയുമ്പോൾ ഇതൊന്നും നമ്മൾ ഏക്കാത്ത രീതി വരും. കാരണം ഇത് അവർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ നമ്മൾ വിഷമിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മാറുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്താലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്തിനു വിഷമിക്കുന്നത്? എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിഷമിച്ചൊരു കാര്യം എന്തുവേണം? ഞാൻ വിഷമിക്കുന്നതുകൊണ്ട് എന്റെ മനസ്സ് ദുഃഖം അല്ലാതെ ആ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നു? ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ വരുന്നുണ്ടോ? ഇല്ല. ആൾക്കാരുടെ അടുത്ത് നമ്മളെ ന്യായീകരിച്ച് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഒരാള് നമ്മുടെ ചെയ്ത പ്രവർത്തികൾ ന്യായീകരിച്ച് മനസ്സിലാക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരത് മനസ്സിലാക്കിക്കോളും. നമ്മുടെ മൗനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിക്കോളും ഈ സംഗതിയിൽ ഇന്നതാണ്. അത് അവർ നമ്മളെ ഇഷ്ടം കൊണ്ടാണ്. ആൾക്കാർ വ്യാഖ്യാനിക്കാൻ നമ്മൾ സമയം പോയെങ്കിൽ ആ ഒരു ഇതുകൂടെ പറയാം. അതായത് നമ്മളെ ഒരു സൈക്കോളജി പറയുന്നുണ്ട്. അതായത് നമ്മളെ ഒരേ സംഭവം തന്നെ അമ്മായി അമ്മയും സ്വന്തം മകളാണെങ്കിൽ, ഒരു സ്വന്തം മകളാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, മകളെ കെട്ടിച്ചയച്ചല്ലോ, എങ്ങനെയാണ് മകളുടെ ജീവിതം? മകൾക്ക് പരമ സുഖമാണ്. കാരണം മകൾക്ക് ജോലിയെ ചെയ്യണ്ട. അവിടെ രാവിലെ ഭർത്താവ് അപ്പുറത്ത് കടയിൽ നിന്ന് നല്ല ഓൺലൈനായിട്ട് നല്ല ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ച് കൊടുക്കും. അവളത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അയാൾ ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിച്ചിട്ട് എന്താണ് നിന്റെ ഇവിടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് കൊടുക്കും. അത് ഓൺലൈനായിട്ട് വരുത്തി കൊടുക്കും. അടുത്ത ഇഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് വരുത്തി കൊടുക്കും. വൈകിട്ട് അതുകൂടാണ് ഭർത്താവ് നേരത്തെ വരും, രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോകും, ഇല്ലെങ്കിൽ സ്ഥലങ്ങൾ എവിടെയും കാണും. എന്നിട്ട് ഇതൊക്കെ ഷോപ്പിങ്ങും ആഹാരവും ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് വരും. അപ്പൊ അത് മോള്. മരുമോളും അവിടെ കാര്യമേ പറയണം, അടുക്കളയിൽ കയറത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അവര് കടയപ്പം തിന്നണം. എൻ്റെ ചെറുക്കനെ കൊണ്ട് അവിടെ സാധനം
വാങ്ങിപ്പിച്ച് ഓൺലൈനായിട്ട് വരുത്തിച്ച് അവരുടെ പൈസ മൊത്തം തീർക്കുകയാണ്. ഇങ്ങനെയായിരിക്കും 3 സംഗതിക്കും ഈ പറയുന്നത്. അപ്പൊ അതാണ് അവരുടെ മനോഭാവമാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് അവർ പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ടോ? മനസ്സിലായോ? ഒരേ കാര്യം തന്നെ മോളാണെങ്കിലും മരുമോളാണെങ്കിലും 2 രീതിയിലായിരിക്കും അവർ വ്യാഖ്യാനിക്കുന്നത്. അതാണ് അത് ആൾക്കാരുടെ സ്വഭാവം. അവർക്ക് അത് പറയാനാണ് ഇഷ്ടം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് നമ്മൾ ചോദിക്കാൻ പറ്റുമോ? മോള് രാവിലെ കടയപ്പം തിന്നപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ഇതുപോലെ വാങ്ങിച്ചിരുന്നപ്പോ നിങ്ങൾ എന്തിനാണ് പറയുന്നത്? മോളാവും പറയാം, മോക്ക് അടുക്കളയിലേ കയറണ്ടോ, അവളുടെ സുഖമാണ്. മരമോളായിയോ, അവള് മൂതേവി അടുക്കള കയറത്തേ ഇല്ല, എല്ലാം ഓൺലൈനായിട്ട് വാങ്ങിച്ചു തിന്നു. ഇവിടെ സംഭവം 2 രീതിയിൽ, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. അതായത് നമ്മൾക്ക് നിയന്ത്രണമില്ല, അവരുടെ ഇഷ്ടമാണ്. അവര് നമ്മളിതൊക്കെ എന്തൊക്കെ ചെയ്താലും അവർ അതേ പറയണം. അത് അവരുടെ നമ്മുടേതായിട്ടുള്ള ഇതാണ്. അതിനെ ന്യായീകരിച്ചോ അതിനെ വറീഡായിട്ട് കാര്യമില്ല, അത് അവരുടെ സ്വഭാവമാണ്. ഞാൻ എന്ത് ചെയ്യാനൊക്കെ ഒന്ന് വിചാരിച്ചാൽ മതി. അതിന് ദുഃഖിച്ചാൽ നമ്മളാണ് കുഴപ്പക്കാർ, നമ്മൾ മണ്ടന്മാരാണ് ദുഃഖിച്ചത്. പിന്നെ ഒന്നും അത് നമ്മൾ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യണം. യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് എല്ലാവരും നല്ല പിള്ള ആവാൻ പറ്റത്തില്ല. നമുക്ക് നല്ല പിള്ള ആകണമെന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. നല്ല പിള്ള ആകാൻ നമ്മൾ ശ്രമിച്ചോ തോറും നമ്മൾ മോശം പിള്ളയായി. അത് നമ്മൾ ഇപ്പോഴും നൈസ് പീപ്പിൾ ആകരുത്. ചില സമയത്തൊക്കെ സ്ട്രോങ് ആയിട്ട് പ്രശ്നങ്ങളെ നേടണം. അങ്ങനെ തന്നെ ഞാൻ ശരിയാണ്, ഞാൻ കടയപ്പം തന്നെ വാങ്ങിച്ചു തിന്നു എന്ന് പറയും 2 പ്രാവശ്യം നമ്മളങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അവർ പറയത്തില്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് മോക്ക് ചെയ്യാനെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് തിന്നൂടാ, ഞാൻ അങ്ങനെ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ച് തിന്നും, നിങ്ങളുടെ പൈസ ഒന്നും അല്ലല്ലോ എന്ന് നമ്മൾ ധൈര്യമായിട്ട് മനസ്സിലങ്ങ് വിചാരിക്കും. അവർ പറയാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കും, അവർ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ പൈസ ആ കളവ് എന്ന് പറഞ്ഞോട്ടു എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ മനസ്സിൽ പറയും. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ അവരെ മാറ്റിപ്പോകും. നമ്മൾ ഇതിനെ വഴങ്ങി കൊടുക്കുമ്പോഴാണ് ആൾക്കാർ, അത് ചാണക്യന്റെ ഒരു ഇതുണ്ട്, നമ്മള് പിന്നെ നേരെ പോകുന്ന മരത്തിനെയാണ് ആൾക്കാർ ആദ്യം വെട്ടുന്നതെന്ന്. വളഞ്ഞു വരുന്നവരെയൊക്കെ മരങ്ങളെയൊക്കെ ആൾക്കാരോ അത് അതിനകത്ത് പോയിട്ട് കാര്യമില്ല, അതിനകത്ത് കാതലില്ലെന്ന് പറഞ്ഞിട്ട് മാറിക്കളയും. അതാണ് അതിന്റെ കാര്യം.